നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതെ, അതായത് നമ്മുടെ ഓണം റിലീസുകളിലെ ആദ്യ റിലീസുകളുള്ള ഖലീഫ, രാജുവേട്ടൻ്റെ ഖലീഫ, വൈശാഖ് ഡയറക്റ്റ് ചെയ്യുന്ന, ജിനു അബ്രഹാം എഴുതുന്ന, ജോമോൻറ്റി ജോൺ ക്യാമറ ചെയ്യുന്ന, ജേക്സ് ബിജോയ് മ്യൂസിക് ചെയ്യുന്ന, ചവൻ ചാക്കോ എഡിറ്റ് ചെയ്യുന്ന സൂപ്പർ സ്റ്റാർസിനെ തട്ടി നടക്കാൻ പറ്റുന്നത്. അതെ, ഖലീഫയുടെ ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ടാണ്. പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ സത്യസന്ധമായി മറുപടി പറയണമെങ്കിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മാത്രം ഒപ്പീനിയനാണ്. ഈ വീഡിയോ ഏതെങ്കിലും സിനിമാക്കാർ കാണുകയാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് യാതൊരു വിരോധവും ഇല്ല. ഞങ്ങൾക്ക് അതെ, സ്ട്രൈക്ക് അടിച്ച് തരുന്നത്. ഞങ്ങൾ സിനിമയെ പറ്റിയാണ് സംസാരിക്കുന്നത്. സിനിമ നമുക്ക് വർക്കായില്ല. എനിക്ക് പടം എന്നെ ഇരുത്തി മുഷിപ്പിക്കുകയോ ഇറങ്ങിപ്പോകാൻ തോന്നിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ 2-2.5 മണിക്കൂറൊന്നും 2 മണിക്കൂറോ 2 മുക്കാലുണ്ടായിരുന്നു. സോ എനിക്ക് സമയം അങ്ങനെ വലിയ പ്രശ്നം തോന്നിയില്ല. കാര്യം പടം വലിയ സ്പീഡിലങ്ങ് പോകുന്നുണ്ട്. നമുക്കൊരു ഫീലും ഇല്ല. നമ്മളിങ്ങനെ ഇരിക്കുകയാണ് കണ്ടുകൊണ്ട്. എന്ത് വേണം നടക്കട്ടെ, ആര് വേണം അത് വരട്ടെ, അല്ലേ, എത്ര ക്യാമറ വേണം ഉണ്ടായിക്കോട്ടെ, ഒരു ഫീലും ഇല്ല. പിന്നെ ഞാൻ കണ്ട തിയേറ്ററിൻ്റെ ഒരു പ്രശ്നം, തിയേറ്ററിൻ്റെ പ്രശ്നമല്ല, തിയേറ്ററിലെ ഓഡിയൻസ് ഹൗസ്ഫുൾ ആയിരുന്നു. പക്ഷേ എന്ന് മൂളുക പോലും ആരും ചെയ്തില്ല. അപ്പം നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ. അപ്പം ഏതെങ്കിലും ഒരു പോയില്ല, മെയിൻ ബീജം പ്ലേ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പോയില്ല ആൾക്കാർ കൈയടിക്കും. ഇത് ഒരിടത്ത് കൈയടിച്ചില്ലെങ്കിലും ലാലേട്ടം വരുമ്പോൾ കൈയടിക്കും. തിയേറ്ററിൽ ആരും അന്നം കിട്ടില്ല. അപ്പോൾ ഞാൻ അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഞാൻ വിചാരിച്ചു കുറച്ച് ഞാൻ മനസ്സിലായി ആരും കൈയടിക്കാൻ പോകുന്നില്ല. പക്ഷേ ലാലേട്ടം വരുന്ന സീനിൽ 2 പേരെങ്കിലും കൈയടിക്കുമെന്ന് വിചാരിച്ചു. അത് പറഞ്ഞ പിൻ ഡ്രോപ്പ് സൈലൻസ് തിയേറ്ററിൽ. അതും കൂടെ കൊണ്ട് എനിക്ക് തിയേറ്ററിനകത്തൊരു ശ്മശാന മൂകതയായിരുന്നു. ഞാൻ വിചാരിച്ചു ഒരു ഇവിടെ റെയ്ബാനിലോ എല്ലാം പോയി കണ്ടിരുന്നെങ്കിൽ, നല്ലൊരു ക്രൗഡിലൂടെ കണ്ടിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് തിയേറ്ററിൽ ഒരു ബഹളമുണ്ട്. നമ്മൾ പറയാം തിയേറ്റർ വൈബിൽ ചിലപ്പം ഓടിപ്പോയി എന്ന് പറയാം. പക്ഷെ ഇത് ആ തിയേറ്റർ വൈബും കൂടെ ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ ഈ സിനിമ കണ്ടു തീർത്തത്. എന്താ പറയുക, അതാണ് എൻ്റെ അവസ്ഥ. എനിക്ക് പടം കണ്ടപ്പോൾ തോന്നിയത്. ഇനി നിങ്ങൾ പറയും. എനിക്ക് കണ്ടിറങ്ങിയപ്പോൾ ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി. അതെ, എനിക്കൊരു സ്കാം ഫീലായിരുന്നു. ഈ സ്കാം പോലും പഴയതാണ്. അതാണ് പ്രശ്നം. അതായത് നമ്മളെ ഓണം റിലീസാണ്, ഒരു കൊമേഴ്ഷ്യൽ പടം ആണ്. ഇനിഷ്യൽ ടീസറിൽ അത് കണ്ടപ്പോഴാണ് ഖലീഫ. അതിനു മുമ്പ് നമ്മൾ പലതും കേൾക്കുന്നുണ്ട്, മോഹൻലാൽ ഇങ്ങനെ സംഭവങ്ങൾ പലതും കേൾക്കുന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ടീസർ വന്നപ്പോഴാണ് ഒരു സ്റ്റൈലിഷ് പടത്തിന്റെ വൈബിലാണ് അത് വന്നത്. കുറച്ച് അതിന്റെ താളം വേറൊരു താളം. അത് കാണുമ്പോൾ നമുക്ക് നല്ല സ്റ്റൈലിഷ് സ്ലോ മോഷൻ ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. ഒരു പരിപാടിയുണ്ട്. പക്ഷെ എനിക്ക് ട്രെയിലർ കണ്ടപ്പോ ആ വൈബ് അല്ലായിരുന്നു. എനിക്ക് ട്രെയിലർ അത്ര വർക്കായില്ല. പക്ഷെ ട്രെയിലറിനകത്ത് എനിക്ക് വർക്കായ എലമെന്റ് എന്ന് പറഞ്ഞാൽ ആക്ഷന് കുറച്ചുകൂടെ ഒരു മറ്റേ ആ സ്ലോ മോഷൻ പരിപാടി കുറച്ച് കുറഞ്ഞു. അത് ആക്ച്വലി പടത്തിലും എന്താ പറയാ, ഗംഭീര ആക്ഷൻ എന്നോ നല്ല ആക്ഷൻ എന്നോ പറയാതെ ഈ സ്ഥിരം പരിപാടിയിൽ നിന്നും ഇച്ചിരി വേറിട്ട് നിൽക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് ആക്ഷൻ വൈസ് മാത്രം. പക്ഷെ പടം ഈ പറയുന്ന പോലെ ഒരു സ്കാം. പിന്നെ എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് പടം എടുത്തു വെച്ചിട്ട് ലാലേട്ടനെ കൊണ്ടുവന്ന് ഒരു എന്തെങ്കിലും ഒരു കോട്ട് ഇടിച്ച് നിർത്തിയിട്ട് അത് വെച്ച് മാർക്കറ്റ് ചെയ്യുന്ന ഈ സ്കാം, ആ സ്കാം തന്നെ അത് അതിന്റെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് കുറച്ചായി. അപ്പോഴാണ് ഒരു ഫുള്ളി ഔട്ട്ഡേറ്റഡ് പടത്തിൽ ഈ ഔട്ട്ഡേറ്റഡ് ആയ ക്യാമിയോ സംഭവം എടുത്തു വെച്ച് അത് പൃഥ്വിരാജ് അവിടെ നിൽക്കുമ്പോൾ പുള്ളിക്ക് തോന്നുന്നില്ല. മറ്റേ ലൂസിഫറിന്റെ ക്ലൈമാക്സിൽ ഇതുപോലെ മഞ്ഞുമല കുറെ കാറ്, കബാലിയിലെ രജനീകാന്തിന്റെ ഇൻട്രോയും ലൂസിഫറിന്റെ ക്ലൈമാക്സും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു സംഭവമാണ് അതെ നമ്മളിവിടെ കാണുന്നത്. പിന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ സാധനം ഞാൻ വിചാരിച്ച കുറച്ചുകൂടെ രസകരമായ ഒരു സാധനം. അതായത് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ നമ്മുടെ മറ്റേ പുള്ളിയുടെ അച്ഛനാ, നമ്മുടെ പൃഥ്വിരാജിന്റെ രഞ്ജി പണിക്കറിന്റെ അച്ഛനാ. അപ്പൊ അത്രയും പ്രായം എനിക്ക് ഫീൽ ചെയ്തില്ലേ. നമ്മളെ ഇതുവരെ ലാലേട്ടനെ കണ്ടിട്ടില്ല, അങ്ങനെ കൊണ്ട് വേണേൽ പ്ലേസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു പുതുമെങ്കിലും ആ ക്യാമിയൊക്കെ ഉണ്ടായിരുന്നു. ഇച്ചിരി മുഹമ്മദ് അലിക്ക് പ്രായമായി ആ സാധനം ടൈപ്പ് ഡയലോഗിന്റെ സാധനമില്ല. എനിക്ക് ഒരു ഡയലോഗ് മാത്രം ആ പോയിന്റിൽ ഇഷ്ടപ്പെട്ടത്, തണുപ്പത്തിരുന്നാലും പൊള്ളുമെന്നു. അങ്ങനെ ആ സാധനം കൊള്ളായിരുന്നു. പക്ഷെ അത് ഈ പടത്തിലായതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് വേറെ ഒരു ഡയലോഗ് ഇല്ല പടത്തിൽ എടുത്തു പറയാൻ. എവിടെ പൃഥ്വിരാജും പ്രത്യേകിച്ച് ഡയലോഗുകളോ മാസ് ഡയലോഗോ ഒന്നും ഇല്ല. പൊട്ടിച്ചല്ലോ. പക്ഷെ ഞാൻ ഇത് ട്രെയിലർ കണ്ടപ്പോഴേ ആ ഡയലോഗ് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, ഈ സിനിമ എങ്ങാനും പാളിപ്പോയാൽ, ഈ സിനിമ എങ്ങാനും പാളിപ്പോയാൽ ഇതായിരിക്കും ഒരു മെയിൻ മീമായിട്ട് ഇവരെടുത്ത് വെക്കാൻ വന്നു. പിന്നെ ഇതിന്റെ പാട്ട് ഇറങ്ങിയില്ലേ, ഫസ്റ്റ് പാട്ട്, ആ ലവ് സ്റ്റോറി സോങ്,
അത് ഇറങ്ങിയപ്പോൾ ഒരുപാട് പേരുടെ അഭിപ്രായത്തിൽ ഞാൻ കണ്ടായിരുന്നു, ഇതൊരു ഇച്ചിരി പഴഞ്ചൻ സോങ് മേക്കിംഗ് ആണല്ലോ. ആ അഭിപ്രായമാണ് പടത്തിന്. അതായത് ഈ പടത്തിന്റെ മേക്കിംഗ് വൈസും സ്റ്റോറി വൈസൊക്കെ എനിക്ക് തോന്നുന്നു 2000 ടൈമിലെ കൊമേഴ്ഷ്യൽ പടത്തിന്റെ അന്ന് ഫ്രഷ് ഐറ്റം ഇത്. ഇപ്പൊ പൃഥ്വിരാജ് ഈ പടത്തിന് മുമ്പ് വേറെ വലിയ ഇന്റർവ്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പലയിടത്തും ചെന്നപ്പോൾ ഈ വേദിയിൽ നിന്ന് പ്രസംഗിച്ചതിന്റെ ഭാഗമായിട്ടാണ് പുള്ളി പലതും പറഞ്ഞത് സിനിമയെ പറ്റി. ഇത് അങ്ങനെയാണ്, ഇത് നല്ലൊരു അപ്പോളജിറ്റിക്കൽ ആക്ഷൻ മാസ് പടമാണ്. ഇനി ഞാൻ ഒന്നുകൂടെ അതിനെ ഞാൻ നേരിടും, അല്ല വേറൊരു രീതിയിൽ നേരിടും. അതായത് രാജുവേട്ടൻ പറഞ്ഞ ആ ഒരു ഒറ്റ ഡയലോഗാണ്, മറ്റേ നമ്മുടെ ഈ കഥ റിയൽ ലൈഫ് സ്റ്റോറി കേൾക്കുവാണല്ലോ, അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇതൊരു സിനിമയാക്കാൻ തോന്നിയല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഗോൾഡ് സ്മഗ്ലിങ്ങിനെ കുറിച്ച് കേട്ടു, അത് സിനിമയാക്കാൻ, അത് ഓക്കെ, നമ്മളും കുറേ കേട്ടിട്ടുള്ളൂ. പക്ഷേ ആ ഡീറ്റെയിലിങ് ഈ സ്ക്രിപ്റ്റിൽ മിസ്സായതാണ്. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ജനറിക്കിൻ്റെ ഏറ്റവും ബേസിക് വെർഷൻ. അത് ഏറ്റവും ബേസിക് വെർഷൻ. വലിയ കുടുംബം, അപ്പൂപ്പൻ ഈ സംഭവമായിരുന്നു. അതായത് എന്നാലും ഇതിനകത്ത് ഇത് വെച്ചും നമുക്കൊരു കണ്ടിരിക്കാം. ഈ പടം കണ്ടോണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ പണ്ട് ലോഹം തിയേറ്ററിൽ കണ്ട ഓർമ്മ വന്നു. അതായത് ഈ ഗോൾഡ് സ്മഗ്ലിംഗ് എന്ന് പറയുന്ന എലമെന്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഒരുപാട് അതിനെപ്പറ്റി ന്യൂസും കാര്യങ്ങളും വന്നത് വലിയ പോപ്പുലർ സംഭവമാണ് ഇവിടുത്തെ. അത് അത്രയും, അതായത് നമുക്ക് ബിലീവബിൾ ആയിട്ടുള്ള നമ്മൾ ശരിക്കും നടന്ന ഇൻസിഡന്റുകളുണ്ട് ഒരുപാട്. ആ വേൾഡ് വെച്ചുകൊണ്ട് ഒരു കിടിലൻ ഈ സ്മഗ്ലിംഗ് ബേസ് ചെയ്തിട്ടുള്ള പടമോ ഈ ഗാങ്സ്റ്റർ പടങ്ങളോ ഉണ്ടാക്കാനുള്ള സമയത്ത് അല്ലെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടായിട്ടും ഇതെങ്ങോട്ടാ ഇവർ പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതെ അതെ, ഇവര് തുടങ്ങി ആ സ്മഗ്ലിങ്ങിന് ഇട വന്നപ്പോൾ ഞാൻ ഇനിഷ്യലി എനിക്ക് മനസ്സിലായി, ഇത് പഴഞ്ഞ പരിപാടിയാണെന്ന് തോന്നി. ഈ സ്മഗ്ലിങ്ങിന്റെ വർഷം വന്നപ്പോൾ ഞാൻ വെച്ചു ഇവിടുന്ന് ചിലപ്പോൾ ഇത് കുറച്ചുകൂടെ നല്ല രീതിയിൽ പോകാൻ. ഒന്നെങ്കിൽ ഇവർ തീരുമാനം എടുക്കണം, ഇത് നമ്മള് സ്മഗ്ലേഴ്സിനെ റൊമാൻറ്റിസൈസ് ചെയ്യുവാണ്, അപ്പൊ ആ ഒരു നെഗറ്റീവ് വരത്തുള്ളൂ. നല്ലൊരു കണ്ടിരിക്കാവുന്ന ഫൺ പടം, പക്ഷെ സ്മഗ്ലേഴ്സിനെ റൊമാൻറ്റിസൈസ് ചെയ്തു എന്നുള്ള ഒരു ക്രിട്ടിക്ക് വരും. അതൊരു വിഭാഗക്കാരെ മാത്രമേ എല്ലാത്തവരെയും അതൊരു പ്രശ്നമല്ല. അതായത് ഈ പറഞ്ഞ മാസ് പടത്തിൽ എല്ലാത്തിനും വരുന്ന സംഭവം. അല്ലെങ്കിൽ ഇവര് എല്ലാം കൂടി ഒരുമിച്ച്, അതായത് അച്ഛന്റെ സങ്കടമായിരുന്നല്ലോ മകൻ ഈ വഴിക്ക് പോകുന്നത്, അപ്പൊ മകൻ കുറച്ച് കഴിയുമ്പം ഈ വഴിയൊക്കെ വിട്ട് അപ്പം നമുക്കിത് എന്തിനാണ് ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ ഒരു ഫീലാണ് ഇതിനകത്ത്. ഒന്നും നമുക്കൊന്നും ഈ ഫാദർ സൺ ഇമോഷൻ നമ്മുടെ കയ്യിലില്ല. പൃഥ്വിരാജൊരു മകൻ ജനിച്ച് അത് ഇത്രയും വളർന്നതെന്ന് ഞാൻ അറിയുന്നത് ആ ലാസ്റ്റ് സമയത്തും കണ്ട. അവനെ കൊല്ലാനാണ് വന്നതെന്ന് പറയുന്നത് അതിന് ഞാനെന്ത് വേണം. അതായത് എനിക്ക് പടം കണ്ടോണ്ട് തോന്നിയത് ഇവർക്കിതിനെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പുഷ് ചെയ്യാൻ എന്തോ ബുദ്ധിമുട്ടുണ്ട്. അതായത് ബുദ്ധിമുട്ട് ഇൻ ദ സെൻസ് ഞാൻ പറഞ്ഞാൽ ഇതൊരു കംപ്ലീറ്റ് ഔട്ട് ആൻഡ് ഔട്ട് മാസ് പടമായിട്ട് ചെയ്യാം എന്നുള്ള ഡിസിഷൻ എടുക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഇത് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു നല്ല ക്ലാസ് പടം എടുക്കാന്ന് വെച്ചാൽ അതിന് ബുദ്ധിമുട്ടുണ്ട്. ഈ ഭീഷ്മപർവ്വം ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇപ്പുറത്ത് നിൽക്കുന്ന ടോണാണ്, ഇച്ചിരി ക്ലാസ് ആണ് മറ്റേ എന്നാൽ അതിനകത്ത് ഈ മാസിന്റെ ഒരു ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്ത് ഡ്രാമ പോലെ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ രണ്ടിടത്ത് നിൽക്കാൻ പറ്റത്തില്ല, ഇതിനെ നടുക്ക് നിന്നുകൊണ്ട് സഞ്ചരിക്കണം. അപ്പൊ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് എവിടെയും തൊടുന്നില്ല. സിനിമ കാണാൻ ഒരു മാസ് പടം കാണാൻ വന്ന ഓഡിയൻസും ഒരു പരിധിവരെ ഡിസപ്പോയിന്റഡ് ആവും, എന്നാൽ നല്ലൊരു സിനിമ കാണാൻ വരുന്ന ആൾക്കാരും ഒരു പരിധിവരെ ഡിസപ്പോയിന്റഡ് ആവും. ഇത് രണ്ടിന്റെ ഇടയ്ക്കൂടെ എന്തിനോ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കഥ. നമുക്ക് ഈ പടം കാണുമ്പോഴത്തേക്കും ഓക്കെ പൃഥ്വിരാജിന് ഓക്കെ പറയാനുള്ള കാരണം ഇതാണ് എന്ന് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ വൈശാഖ് ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇതെടുത്ത് അടുത്ത പടം ഇത് ചെയ്യാമെന്ന് വിചാരിക്കുന്നതിൻ്റെ ഒരു റീസൺ ഉണ്ടാവണം. ആ റീസണാണ് നമ്മൾ ഈ പടം തപ്പിയിട്ട് കിട്ടാത്തത്. അതുകൊണ്ടാണ് ഇത് സ്കാം പോലെ ഫീൽ ചെയ്യുന്നത്. അതെ, അതാ പറയാം. ഈ പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ചേട്ടാ. ഇപ്പൊ കഥ നമ്മൾ ഒരാൾ പറയുമ്പോഴേ അത് തന്നെ കഥ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു സംഭവം ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇങ്ങനെ ഒരു വലിയ ഒരു മുട്ടൻ ഡോൺ അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ, ആ ലെഗസിയും നമ്മൾ ആ ടീസറിൽ കുറച്ചുകൂടെ ക്ലാരിറ്റിയോടുകൂടി ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആ സീൻ പടത്തിലില്ല. അതൊക്കെ ഞാൻ പറഞ്ഞത്. ആ മെയിൻ ബീജിയം ഉപയോഗിക്കുന്ന തൊട്ട് മുമ്പ് അപ്പോ കാണാം മമ്പറമ്പള്ളിൽ ഉറൂസ് എന്ന ഓഡിയോ വരും റാൻഡം. അത് ഈ പടത്തിലൊരു സീനായിട്ടല്ല അത് പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ കാര്യം, ഇത് ടീസറിന് വേണ്ടി ചെയ്തത് ആ സീക്ക്. ഇനി ചമൻചാക്കോയുടെ ഐഡിയ ആണോ? അത് ഓൾറെഡി നമ്മൾ കാണിച്ചല്ലോ, ഇനിയിപ്പം അത് എസ്റ്റാബ്ലിഷ്ഡ് ആണെന്നുള്ള. ചമൻചാക്കോയിലേക്ക് ഞങ്ങൾ വരാം. ചമനെ ഞങ്ങൾ മാറ്റി നിർത്താം. നമ്മൾ ചമനിലേക്ക് പിന്നെ വരാം. നമുക്ക് ആദ്യം ഇത് പറഞ്ഞ് തീർന്നു. എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ഈ എന്താ ഉറൂസിന്റെ കാര്യം. അതായത് ആ ഒരു ഐഡിയ ഇല്ല, അതായത് ഒരു ലെഗസി ആ സംഭവം തുടക്കം തൊട്ട് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അത് ആക്ച്വലി നല്ല പരിപാടിയാണ്. അതായത് ഒരു ലെഗസി ഞാൻ വിചാരിച്ചു പുള്ളി മരിച്ചു പോയി, എന്നിട്ട് ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് പോലത്തെ പരിപാടി ആയിരിക്കും എന്ന് വിചാരിച്ചു. അതാന്ന് തോന്നുന്നു കുറച്ചുകൂടെ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇല്ല, ആ ക്യാരക്ടറിനെ കൊല്ലൂല്ല. ഞാനത് കഴിഞ്ഞിട്ട് എനിക്ക്
പിന്നെ ഞാൻ കാണുമ്പോൾ എനിക്ക് ആ കണക്ഷൻ അത്ര കാസ്റ്റിംഗ് വൈസ് നമ്മളിങ്ങനെ കാണുമ്പോഴത്തേക്കും ഇത് ഒരു എന്തോ ഒരു അവരിന് ആക്ച്വലി ആർക്കാ പ്രായം കൂടുതൽ ലാലേട്ടനായിരിക്കും തോന്നുന്നു. എനിക്കറിയില്ല കേട്ടോ, കൊച്ചു പയ്യനല്ലേ രഞ്ജി പണിക്കർ? എനിക്കറിയില്ല, അത് കറക്റ്റ് അറിയില്ല. നമ്മൾ പറയാൻ തെറ്റിക്കണ്ടല്ലോ, അറിയാം. അപ്പൊ ഏജ് വൈസ് അത് എന്തോ ആ കണക്ഷൻസ് അങ്ങോട്ട്, അതുകൊണ്ട് നമുക്ക് രഞ്ജി പണിക്കറുടെ അപ്പന്റെ ആ വേദന, രഞ്ജി പണിക്കർ ലാലേട്ടനായിരിക്കാൻ ചാൻസ് അല്ല, നമുക്ക് ആ പുള്ളി ഇങ്ങനെ പറയത്തില്ല എന്റെ അച്ഛൻ, കാരണം ഞാൻ ഒരുപാട് അനുഭവം ആ സംഭവങ്ങൾ പറയും. എവിടെയെങ്കിലും ഒരു കണക്ഷൻ എനിക്ക് ആ പടത്തിൽ കണ്ടോണ്ട സമയത്ത് എനിക്ക് അതിനകത്ത് ഭയങ്കര രസമായിട്ട് തോന്നിയ സംഭവം ഞാൻ ആലോചിച്ചോണ്ടാ. പടത്തിലെ സാധനമല്ല, ഈ പുള്ളി മറ്റേ അച്ഛന്റെ മറ്റേ തോക്കില്ലേ, സ്വർണ്ണ തോക്കെടുത്ത് അതിനകത്ത് ഒരു എനിക്കത് കറക്റ്റ് മേശപ്പുറത്തെ കൊണ്ടുവച്ചത്. അപ്പൊ ഞാനത് കണ്ടപ്പോൾ ആ സീൻ എടുത്ത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഞാനപ്പോൾ മനസ്സിലാക്കാണ്, ഭയങ്കര മാസ് ക്യാരക്ടറാണല്ലോ ഈ മാമ്പറക്കൽ അഹമ്മദ് അലി. പുള്ളിയുടെ മകൻ പുള്ളിയുടെ തോക്കുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട സിറ്റുവേഷനിലേക്ക് എത്തുന്നു. ഇത് നമ്മൾ പറഞ്ഞാൽ മറ്റേ ഒരു ഭയങ്കര ക്ലാസിക് പടത്തിന്റെ ലൈനാണ്. ക്ലാസിക് പടം ഇൻ ദ സെൻസ് നമ്മളൊരു ഗ്യാങ്സ്റ്റർ പടം എടുക്കുക, ആ ഗ്യാങ്സ്റ്റർ പടത്തിൽ ഒരു ഭയങ്കര ഇമോഷണൽ ആക്കാൻ പറ്റുന്ന സംഭവമാണ്, നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യാനൊക്കെ പറ്റുന്ന സംഭവമാണ്. ഇതാ സീൻ കണ്ടോണ്ടിരുന്നിട്ട് ഭയങ്കര ഫ്ലാറ്റ്. അത് അവര് പൃഥ്വിരാജ് തടഞ്ഞിട്ട് വന്ന് കെട്ടിപ്പിടിക്കും. ഞാൻ വിചാരിക്കുന്നത് ഈ സീനിന് പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷെ ഇവർ എഴുതി അവിടെ എത്തിച്ചിട്ടില്ല. അതാണ് കാണുമ്പോൾ നമുക്കറിയാമോ ഇതിന്റെ ഈ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു മകന്റെ അവസ്ഥ ഇങ്ങനെ ആയി മാറുന്നു. ബട്ട് ഇവിടെ കൊച്ചുമകനാണ് ഈ ലെഗസി പിന്തുടരുന്നത്. അപ്പോൾ എനിക്ക് ആ എലമെന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഈ പടത്തിലത് നല്ല രീതിയിലല്ല പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ഒരു വലിയ പ്രശ്നം ഞാൻ വിചാരിച്ചു, ഈ ഗണ്ണും അതിനകത്തൊരു ഉണ്ടയുണ്ട്. ഇത് പടത്തിൽ നമ്മളുടെ ചെക്കോസ് ഗൺ എല്ലാം റൂൾ വെച്ചിട്ട് അത് ഒരു ഗണ്ണ് കാണിച്ച പൊട്ടണം, അത് പൊട്ടിയില്ല. അതെനിക്ക് വിഷമമുണ്ട്. അത് പൊട്ടിക്കാത്തൊരു കാരണം എന്താണെന്നറിയോ, ഇതൊരു ക്ലീഷയാണ് സാർ എന്ന് കൂടുതൽ ഇതായാലും പറഞ്ഞു കാണും. ബാക്കി എല്ലാം പുതിയതായതുകൊണ്ട് പിന്നെ ഇത് മാത്രമായിട്ടൊക്കെ അല്ല. ഇയാള് ഷൂട്ടിങ്ങിന് വന്ന 1-2 ദിവസമുണ്ട്. ഇത് ക്ലിഷയാണ്, നായികയെ കൊല്ലുന്നത് ക്ലിഷയാണ്. ഇത് രണ്ടും പറഞ്ഞിട്ട് ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ട്രോളുണ്ടായിരുന്നു. ഏതായാലും ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് പറയുന്നുണ്ട് നായിക മരിക്കുമെന്ന് ഷുവറാണെന്ന്. എല്ലാവരും ഞെട്ടിച്ചു, നായിക മരിക്കില്ലെന്ന് മാത്രമല്ല, ഈ അടുത്തിടെ കണ്ട സിനിമകളിൽ ഏറ്റവും വേസ്റ്റ് റൈറ്റിംഗ് ഇത് നമ്മൾ പറയുന്ന ഒരു മലയാള സിനിമയില്ല, അവിടെയാണ് നമ്മുടെ പ്രശ്നം. മലയാള സിനിമയെ ഗംഭീര സിനിമകളുടെ ലെവലിൽ കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കും. പുള്ളിക്കാരി എനിക്ക് കല്യാണത്തിന് സമ്മതമാണെന്നുള്ള ഡയലോഗ് പോലും പറഞ്ഞിട്ടില്ല. അതെ അതെ, ഒന്നും കിട്ടുന്നില്ല, ഒന്നും പറയുന്നില്ല പുള്ളിക്കാരി. ഞാൻ ഇത് ഈ കഥ എന്താണോ ഇഷ്ടം അത് ചെയ്തോ എന്തൊരു ഡയലോഗ് പറയുന്നുണ്ട്. അല്ല, മറ്റേ ആ പോലീസുകാരൻ വരുമ്പോഴത്തേക്കും മറുപടി പറയുന്ന പൃഥ്വിരാജ് ഇങ്ങനെ മിണ്ടായിരിക്കും എന്നിട്ട് ഇങ്ങനെ മാറിക്കൊടുക്കുന്നു. അതെ, ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കുന്നു. യൂഷ്വലി ഇങ്ങനൊരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ, ഈ ക്യാരക്ടർ മരിക്കും. അപ്പൊ അതുകൊണ്ട് ഡയലോഗ് ഇല്ലെങ്കിലും ഈ നമുക്കറിയാം ഒരു പാട്ടിന് വേണ്ടി വെക്കുന്നതാണ്. പക്ഷെ ഇവിടെ മരിക്കാതെ വെച്ചിരിക്കുക. അപ്പൊ ഈ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യിക്കണ്ടേ. ഞങ്ങളുടെ പടത്തിൽ റൊമാൻസ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ഒരു ട്രാക്ക്, ആ ട്രാക്ക് എന്ന് പോലും വിളിക്കാനില്ല. അതെന്ന് പറഞ്ഞാൽ പഴയ മറ്റേ ആൽബം ഉണ്ടല്ലോ, ആൽബം എടുക്കുമ്പോൾ ഉള്ള പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ പാട്ട് 5.5 മിനിറ്റ് വേണം, അതിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഇടാൻ ഇച്ചിരി സീൻ വേണം എന്നുള്ള പറയുമ്പോൾ അതാണ് നമ്മൾ സെറ്റപ്പ് എന്ന് പറയുന്ന പോലെ. പടം തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചെറുപ്പക്കാരും പൃഥ്വിരാജ്, അപ്പം നമുക്ക് വ്യത്യാസം മനസ്സിലാവുന്നില്ല. പക്ഷെ ഞാൻ രാജുവേട്ടന്റെ ഫുൾ എല്ലാ സീനിലും ഞാൻ കണ്ടപ്പം ഈ മനുഷ്യൻ ഭയങ്കര ഒരു ആക്ഷൻ പടം ഡിസർവ് ചെയ്യുന്നു. നല്ല ലുക്കാ, അതായത് പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആലോചിച്ചേ പിന്നെ ഒരു പോസിറ്റീവ് ഗംഭീരമായിട്ടുള്ള ഒരാളുണ്ടായിട്ട് എന്താണ് നമ്മൾ ഇയാളെ വെച്ചിട്ട് ഒരു കിട്ടില്ല ഫൈറ്റ്. മാത്രല്ല ഈ ആൾക്ക് ബുദ്ധിയുണ്ട്. പുള്ളി എല്ലാവരുടെയും ഇപ്പൊ ഒരു മീമുണ്ടല്ലോ, എല്ലാവരുടെയും സ്ക്രിപ്റ്റ് പുള്ളി വായിക്കും, പക്ഷെ പുള്ളിയുടെ സ്ക്രിപ്റ്റ് പുള്ളി വായിക്കത്തില്ല എന്ന് പറയുന്ന പോലെ ഇത്രയും കഴിവുണ്ട്. എന്താണ് ഒരു ആക്ഷൻ പടത്തിൽ അറിയാം. മലയാള സിനിമയെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും നെറിൽ കൊണ്ട് വെക്കണമെന്ന് പറയുന്ന ആളാണ്. അത് മാത്രമല്ല അദ്ദേഹം അദ്ദേഹം മൂലം ഒരുപാട് ഇൻഡസ്ട്രിയിൽ നിന്ന് ആൾക്കാർ മലയാള സിനിമയെ കാണുന്നുണ്ട്. ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇന്റർവ്യൂവിന് ഒരു ഫാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ അഭിനയിക്കുന്ന സിനിമയാണ്. അപ്പോൾ ആ സിനിമയെ സംബന്ധിച്ചിട്ട് അവർ നോക്കുമ്പോൾ ഇത് ഇപ്പം നമ്മൾ ഈ കളിയാക്കുന്ന തെലുങ്കന്മാർ വരെ അവോയ്ഡ് ചെയ്ത ടെംപ്ലേറ്റ് ലൈനിലേക്കാണ് ഈ കഥ പോയി വീഴുന്നത്. അവിടെയാണ് പ്രശ്നം. ഇത് നമ്മളൊരു മലയാള സിനിമയാണ് കാണുന്നത് എന്നുള്ളതാണ് വിഷയം. അതെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ പെദ്ദി നമ്മൾ റിവ്യൂ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു, പക്ഷെ ഈ പെദ്ദിയും ഈ പറയുന്ന കുറെ പ്രശ്നങ്ങളുള്ള സിനിമയാണെങ്കിലും അതിനകത്ത് ഇതിൽ കൂടുതൽ സംഗതികളുണ്ട്. അതിന്റെ പ്രശ്നം വേറെയാണ്, പക്ഷെ അതിന്റെ പ്രശ്നങ്ങൾ വേറെയാണെങ്കിലും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഓരോ സാധനം, ഇപ്പം ദേവരെയാണെങ്കിലും കണ്ടിട്ടില്ലാത്തൊരു സ്പേസിൽ കൊണ്ട പ്ലേസ് എന്തെങ്കിലും ഒരു ഫ്രഷ്നസ് അവർ പിടിക്കുന്നത് ഈ ഗോൾഡ് സ്മഗ്ലിംഗ് പരിപാടിയില്ല. പക്ഷെ ആ സ്മഗ്ലിംഗ് പരിപാടിയും
നമുക്ക് ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അത് നമ്മൾ അയലിലൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് ഫണ്ണി ആയിട്ടാണല്ലോ ആ ഒരു സീക്വൻസ് അയണിനകത്ത് ഈ പടം കണ്ടുകൊണ്ടപ്പോൾ എന്റെ മനസ്സിൽ ഇത് അയൺ പോലെ ഒരു പ്രോപ്പർ ലൈനിൽ ആ ജോണറിലേക്ക് പോയിരുന്നെങ്കിൽ രസമാവുമല്ലോ എന്ന് തോന്നുന്ന സാധനം. പക്ഷെ ഇതുവരെ അതൊക്കെ വിട്ടേച്ച് ഇത് മൾട്ടിപ്പിൾ ഐഡിയാസ്, അതായത് അതിലേക്ക് ഒരുപാട് പുഷ് ചെയ്തപ്പോൾ പ്രോത്സാഹിപ്പിക്കണം. ഇത് ഗോൾഡ് സ്മഗിൾ ചെയ്യുന്നത് അവസാനം നമ്മുടെ നാട്ടിൽ തന്നെ വലിയ പ്രശ്നമായതാണ്. എന്തിന് വില്ലൻ എന്ന് പറയുന്ന ഒരു പ്രമുഖ പാർട്ടിയിലെ ഒരു നേതാവായിട്ടാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് എലമെന്റ് ഇവരെ സംബന്ധിച്ചോളം റിയൽ ലൈഫ് ഇൻസിഡൻസിന്റെ കുറച്ച് റെഫറൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എല്ലായിടത്തും ഇങ്ങനെ ചവിട്ടണം, പക്ഷെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ചതുപ്പ് നിലത്ത് നിൽക്കുന്നതല്ല, കാര്യം താഴും, പക്ഷെ മുങ്ങിപ്പോകില്ല. നമ്മളിങ്ങനെ എല്ലായിടത്തും താന്നു ചെരുപ്പിന്റെ അടയാളം എവിടെയും വീഴരുത് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. കാര്യം ഇത് പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന ഒരു നല്ല പരിപാടി ഇനിയിപ്പം നാളെ വേറൊരാള് ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് ബേസിൽ ഒരു കഥയായിട്ട് വന്നാൽ എന്ത് പറ്റും? ഇപ്പൊ 2 പടമായി, ലോഹവും ഖലീഫയും. ലോഹം എനിക്കൊന്നും ഇതിലും ബെറ്റർ പടം കണ്ടിരിക്കാം. ഇപ്പം എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് ലോഹം ആക്ച്വലി. പക്ഷേ ഞാൻ പറയാം, ലോഹത്തിൽ എനിക്ക് ഇന്റർവെൽ സീൻ ഇഷ്ടമായിരുന്നു. ബാക്കിയല്ല ഈ പറയുന്ന ഇത് എങ്ങോട്ടാ പോകുന്നത് നമ്മൾ ഇങ്ങനെ കണ്ടിരിക്കും. അത് അന്നും ഈ പറഞ്ഞ രഞ്ജിത്തിന് ആ പടത്തിന്റെ പ്രശ്നം ഇതിന്റെ ഡയറക്ഷൻ ആയിരുന്നു. അതെ, എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാതെ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റിംഗ് ആവും, പിന്നെ അത് കുറച്ച് വഴി വിട്ട് പോകും. അത് സെക്കൻഡ് ഹാഫ് എന്തോ 3 മണിക്കൂർ എന്തോ ഉള്ളൂ, എനിക്കത് ഓർമ്മയില്ല കറക്റ്റ്. അതിന്റെ വേറെ എന്തോ കുറേ സീൻ. പക്ഷെ എനിക്കത് എന്താ പറയാ, ഇപ്പൊ TV വരുമ്പോ കണ്ടിരിക്കാന്ന് പറഞ്ഞ സീൻസ് ഉണ്ട് അതിനകത്ത്. പക്ഷേ ഖലീഫയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു ഖലീഫയിൽ ഒരു ഇത്രയും നല്ലൊരു പരിപാടി ഉണ്ടായിട്ട് മെമ്മറബിൾ ആയിട്ടൊരു സീനില്ല. അതാണ് വലിയ പ്രശ്നം. ഈ പറഞ്ഞ സോക്കോൾഡ് മാസ് സീൻ, അതായത് ഈ ആക്ഷൻ ആയാലും പരിപാടികളിലും ഇതൊന്നും തന്നെ ഇമ്പാക്ട്ഫുൾ അല്ലായിരുന്നു. ഇൻട്രോ ആക്ച്വലി ആരെയോ തല്ലുക. ആ ഇൻട്രോ ടീസറിൽ ഗംഭീരമായിരുന്നു. ഏത് ടീസറിൽ അതിന് കോണ്ടക്സ്റ്റ് ഇല്ല. ഇവിടെ ഇത് കോണ്ടക്സ്റ്റോടെ വന്നപ്പോൾ സെറ്റായില്ല. കോണ്ടക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്റെ കൂട്ടുകാരൻ ഭയങ്കരനാണ്. ഈ ഗ്യാങ്ങിനെ ഇതിനു മുമ്പ് 6 മാസം മുമ്പേ ആമിറിനെ അടിക്കാൻ അയച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അതിന് ഫ്ലാഷ് ബാക്ക്, അതിനൊരു അടി. ബേസിക്കലി ഒരു ഫൈറ്റ് സീൻ കൂടെ വേണമെങ്കിൽ പറയും 3 മാസം മുമ്പും ഒരാളെ അയച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരു ഫൈറ്റ് സീൻ കൂടെ വെക്കാം. അത്ര ബേസിക് എന്തോ നല്ലതായിരിക്കും. ഇന്റർവെൽ ഇപ്പൊ ഇങ്ങനൊരു പടത്തിൽ ഇന്റർവെൽ പഞ്ച് വരുമ്പോ ഒരു ഇമ്പാക്ട് ഇല്ലേ? ഇവിടെ അങ്ങനൊന്നും ഇവിടെ ചുമ്മാ അങ്ങനൊന്നുമില്ല. അപ്പൊ നമ്മള് അതായത് അതാ പ്രശ്നം. അതായത് ഈ സിനിമയെ ഇവര് മാർക്കറ്റ് ചെയ്യുന്നു, ഇവര് ട്രെയിലർ കട്ട് ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം കൊണ്ട് ആൾക്കാരുടെ മനസ്സിൽ ഇതൊരു ആക്ഷൻ പടമാണ് എന്നുള്ള ചിന്തയുണ്ട്. ഇപ്പം രാജേട്ടൻ മറ്റേ ഇതിൽ വന്ന് പറഞ്ഞു ഇതൊരു ഇത് ആക്ഷൻ പ്രതീക്ഷിച്ച് പോകേണ്ട, ആക്ഷനും ഉണ്ട് സിനിമയിൽ, ഇതൊരു നല്ല കഥ പറയുന്ന സിനിമയാണ് എന്നുള്ള. അപ്പം ഞാനപ്പോൾ ആലോചിച്ചു ഓക്കെ കഥ പറയണമല്ലോ, പക്ഷേ ഇതിപ്പോൾ അതാ ഇവരുടെ പ്രശ്നം. അതായത് ഇത് നമ്മൾ ഇതിനെ ഏത് ജോണറിലേക്ക് കൊണ്ടുപോകണം, ഏത് സ്റ്റൈലിൽ ഇത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു ഡൗട്ട് ഇവർക്കുണ്ടായിരുന്നു. ഈ പടത്തിന് ഇപ്പോൾ 1 സ്റ്റാർ കിട്ടുവാണെങ്കിൽ 1.25 സ്റ്റാർ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പരിപാടി എൻ്റെ കാസ്റ്റിംഗ് അത്. എനിക്ക് മറ്റേ രഞ്ജി പണിക്കറിന് പകരം വേറൊരാൾ ആയിരുന്നെങ്കിൽ എന്ന് തോന്നി. അതേപോലെ ഒരു സേട്ടിൻ്റെ അടുത്ത് അങ്ങോട്ട് പോകത്തില്ലേ. എനിക്കിപ്പം അടുപ്പിച്ച് മലയാള സിനിമയിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ലാത്തൊരു ട്രെൻഡാണ് ഈ പറയുന്ന പോലെ ലുക്ക് മാത്രം വെച്ച് ഒരാളെ കാസ്റ്റ് ചെയ്യുന്നത്. അയാൾ വന്നിട്ട് അല്ലെങ്കിൽ ഓക്കെ ലുക്ക് വെച്ച് കാസ്റ്റ് ചെയ്തു, അയാൾക്ക് മലയാളം അറിയത്തില്ലെങ്കിൽ അയാളെ വേറെ നാട്ടുകാരനാക്കിയിട്ട് കാസ്റ്റ് ചെയ്തു. അതുമല്ല, ഇയാൾ മലയാളിയാണ്. അപ്പം അങ്ങനെ കുറച്ച് നിർബന്ധിച്ച് കുത്തിക്കയറ്റുന്ന ഒരു കാസ്റ്റിംഗ്, അത് പേഴ്സണലി ഞാൻ ഇക്കോയുടെ റിവ്യൂവില് ഞാൻ വളരെ ഞാൻ അങ്ങനെ പറഞ്ഞു. എനിക്ക് അതേ അഭിപ്രായമുള്ള പക്ഷെ എനിക്ക് ഒട്ടും വർക്കായില്ല. മറ്റേ അച്ചായനോ കുര്യച്ചന്റെ കാസ്റ്റ് ഒരു നോർത്ത് ഇന്ത്യനെ കൊണ്ടുവന്നതും ഒരുപാട് പേർക്ക് ആ ലുക്ക് കാരണം ഭയങ്കര സ്ക്രീൻ പ്രസൻസ് എങ്ങനെയൊക്കെ ഉള്ള അഭിപ്രായം വന്നെങ്കിൽ എനിക്കത് ഒട്ടും വർക്കാകുന്നില്ല. അതുകൊണ്ട് പടം എനിക്ക് ഇഷ്ടപ്പെട്ടു, ബട്ട് ആ കാസ്റ്റ് വർക്കായില്ല. എന്ന് പറയുന്ന പോലെ ഇതിനകത്തും ഈ പറയുന്ന പോലെ ആ സേഡ്ജി നീൽ നിതിൻ മുകേഷ് പുള്ളിയെ മലയാളിയായിട്ടാണ് കാസ്റ്റ് ചെയ്തേക്കുന്നത്. പുള്ളിക്ക് സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, പക്ഷെ പുള്ളിയെ ഹിന്ദിക്കാരനായിട്ട് തന്നെ കാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ആർക്കും നിർബന്ധമില്ല പുള്ളിയെ മലയാളിയാണ്. പടം കണ്ട് പുള്ളി മലയാളം പറഞ്ഞാലും പുള്ളിക്ക് കംഫർട്ടബിൾ ആയിട്ട് അത് പറയാം ഹിന്ദി. എന്നിട്ട് കുറച്ചുകൂടെ സ്ക്രീൻ പ്രസൻസ് നല്ല വെടിപ്പായിട്ട് അത് പറയാനും പറ്റും. എനിക്ക് തോന്നുന്നു എഴുതിയ ആൾക്ക് ഹിന്ദി അത്ര വശമില്ലാത്തതുകൊണ്ടാണ് എന്താണെന്ന് അറിയത്തില്ല റീസൺ. പക്ഷെ പുള്ളി വരുമ്പോൾ ആ സ്ലോ മോഷനിലായിരിക്കും എല്ലാവരും വരുന്നത്, അത് നിർബന്ധമാണ്. അപ്പം പുള്ളി നടന്നു വന്ന് നിന്ന് കഴിഞ്ഞ് പുള്ളി സംസാരിക്കുമ്പോൾ ഗബിള് എന്ന് പറയും, വേറെ ആരോ ഒന്ന് നല്ല വാ തുറന്ന് സംസാരിക്കും. അപ്പൊ അത് ഇതിന്റെ ആ മിസ്മാച്ചും, അതുകൊണ്ട് പുള്ളിയുടെ ക്യാരക്ടർ ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു ആക്ഷൻ പടം അല്ലെ നമ്മൾ ഈ പറഞ്ഞ സോക്കോൾഡ്
മാസ് പടം. ഇതിനെ കംപ്ലീറ്റ് മാസ് പടം എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും നമ്മൾ ഈ പറയുന്ന മറ്റേ മാസി ലുക്കുള്ള ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് തമിഴിലാണ് കോർപ്പറേറ്റ് വില്ലൻ എന്ന് പറയും. ഇവിടെ ഒരു പരിധി വരെ നമ്മളങ്ങനെ ആ പേരിട്ടിട്ടില്ല. അപ്പൊ ഇവിടെ ഇങ്ങനത്തെ സിനിമകൾക്ക് വേണ്ട കുറച്ച് ഇതുണ്ടല്ലോ ക്രൈറ്റീരിയസ്, അതാണ് നമ്മൾ ഈ പറഞ്ഞ സുന്ദരനായ ഒരു വില്ലൻ. സുന്ദരനായ നായകനാണ് വില്ലൻ എന്താ സുന്ദരനായിക്കോട്ടെ എന്ന് പറഞ്ഞ പോലെ. എന്നിട്ട് മലയാളിയായിട്ടൊരു വില്ലൻ വേണം. അയാളാണ് മെയിൻ വില്ലൻ. സുന്ദരൻ വില്ലൻ ആദ്യത്തെ ഇടിക്കുന്നതിന് മരിച്ചോ, അയാളുടെ കൈക്കാരനായ രാഷ്ട്രീയക്കാരൻ. അപ്പൊ അങ്ങനെ ഒരു ടെംപ്ലേറ്റ്. അതുപോലെ നായികയെ പറ്റി പറയുന്നത് നമുക്ക് ലുക്സ് വേണ്ടേ സാർ എന്ന് പറയുന്ന പോലെയാണ് മലയാളം. നായികയും നായികയുടെ കൂട്ടുകാരികളും എല്ലാം ലുക്ക്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പണ്ടത്തെ ഒരു പ്രശ്നം നായിക ലുക്ക് ആയിരിക്കും. ഈ ലുക്കുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇപ്പൊ മലയാളം ഞാൻ ഇവർക്ക് മലയാളം അറിയാം. അല്ല, അതാ പറഞ്ഞ കൂട്ടുകാരി മലയാളിയല്ലേ? കൂട്ടുകാരി മലയാളിയാണ്. അല്ല, എന്നിട്ട് വേറൊരു കുറ്റം കൊണ്ടുണ്ടായിരുന്നു. അല്ല, ഇത് ഈ പരിപാടി ഉണ്ടല്ലോ, അതായത് നമ്മൾ ഇങ്ങനെ കാണാൻ ഭംഗിയുള്ള നായികയെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നത് പഴയ തമിഴ് സിനിമയുടെ ഐഡിയ. അവരാണ് തമിഴ് തെലുങ്കൊക്കെയാണ് ഈ സംഭവം കൊണ്ടുവരുന്നത്. അതായത് ഈ സോക്കോൾഡ് ഉണ്ട് കേട്ടോ അവിടെ സോക്കോൾഡ് ലുക്ക് എന്ന്, അതായത് ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് പുള്ളിക്കാരത്തിയെ കൊണ്ടിങ്ങനെ പ്രസന്റേഷൻ എല്ലാം ഈ ഏതോ ഒരു കാലഘട്ടത്തിൽ കണ്ടു മറന്ന ആ കാലഘട്ടം തിരിച്ചു വരണം എന്ന നൊസ്റ്റാൾജി ഉള്ളവർക്ക് ഇത് പീക്ക് സിനിമ, ഇതാണ് ഞാൻ മിസ് ചെയ്തിരുന്നതെന്നുള്ള ലൈനിൽ കണ്ടിരിക്കാം. ബട്ട് നമുക്കിത് എന്തോ വർക്കായില്ല. അതായത് നമ്മള് ഒരുപാട് മുമ്പിലെത്തി സിനിമകൾ കണ്ടു. അതുകൊണ്ടായിരിക്കാം മുമ്പിലെന്ന് പറയണ്ട, നമ്മള് മുമ്പിൽ ഇൻ ദ സെൻസ് നമ്മൾ മാറി. നമ്മൾ മാത്രമല്ല കേട്ടോ, നമ്മൾ രണ്ടുപേരും നല്ലല്ലോ. ഇപ്പൊ ഇവിടെ ഒരു വലിയ കൂട്ടം ആൾക്കാർ ഒരുപാട് സിനിമ കണ്ട് നമ്മൾ ഈ എല്ലാ ഭാഷയിലുള്ള പടങ്ങളും കണ്ട് നമ്മളൊരു പോയിന്റിലെത്തി, ഒരു സാച്ചുറേഷൻ പോയിന്റിലെത്തി നമ്മൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അല്ല, നമ്മളിവിടെ മറ്റേ ഏതായിരുന്നു ഒരു കാലഘട്ടത്തിലെ സിനിമ ഇപ്പൊ എടുക്കുന്നില്ല എന്ന് ഏതായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് അതേ അഭിപ്രായം പോസിറ്റീവായിട്ട് ഉള്ളവരുണ്ടല്ലോ. അതായത് ഈ കാലഘട്ടം പഴയ മോഹൻലാലിന്റെ മറ്റേ 80s സിനിമകളിലെ നമ്മൾ കഥാപടം, വേറെ ടെക്നിക്കലിറ്റി ഒന്നും അവർക്ക് ആവശ്യമില്ല, കഥാപടം എടുത്തിട്ട് ഇതേപോലത്തെ കഥകൾ എന്താ ഇപ്പൊ വരാത്തതെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഇവര് നോക്കുമ്പോഴത്തേക്കും മമ്പറത്ത് ഹാജിയുടെയും കഥ അച്ഛൻ മകൻ ഇങ്ങനെ ആ സാധനം ചിലപ്പോൾ വർക്കാവുന്ന ഒരു ഓഡിയൻസ് ഉണ്ടാവാന്നാണ് ഉദ്ദേശിച്ചത്. കുടുംബമായിട്ടൊരു ഇച്ചിരി ആക്ഷനുള്ളൊരു ആക്ഷൻ പടം, അത് കുടുംബമായിട്ട് പോകാൻ നല്ല സിനിമ, അവൻ അടിക്കേണ്ടവൻ, അവൻ അടി കൊള്ളേണ്ടവനാണ് അവൻ, അങ്ങനെയുള്ള സാധനം ചിലപ്പോൾ വർക്കാവുമായിരിക്കും അവർക്ക്. പക്ഷെ നമുക്കിത് കുറച്ച് ഓവറായിട്ട് പടം കാണുന്നത് നമ്മളെ സംബന്ധിച്ച് ഇച്ചിരി പഴഞ്ചനായിട്ട് ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. അതായത് ബേസിക്കലി ഡിസപ്പോയിന്റ്. ഇവ നമ്മളെ സംബന്ധിച്ചോളം പുതിയ കഥ ഉണ്ടെങ്കിലേ നമുക്ക് പടം ഇഷ്ടപ്പെടും, അങ്ങനെയൊന്നുമില്ല. നമ്മൾ തിയേറ്ററിൽ പോയി ഇരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഇതിന്റെ വൺ ലൈൻ എടുത്താലും ഇത് വെച്ച് നമുക്ക് ഇവര് തീരുമാനിക്കണോ ഇത് നമുക്ക് സ്റ്റൈലിഷ് ആക്ഷൻ പടം ആക്കണോ അതോ നമുക്ക് നന്മ പറയണോ, എന്താണ് ഇതിന്റെ ലൈൻ എന്ന് ഇവർക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഡയറക്ഷൻ ഇപ്പൊ വൈശാഖിന്റെ ഒരു ടച്ചും ഞാൻ കണ്ടില്ലെന്ന് വേണേ പറയാം. വളരെ ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ വൈശാഖ് പറയുമ്പോൾ ഒരു മാസ് ഫീല് പലയിടത്തും ഉണ്ടാവേണ്ട പടമാണ്. പക്ഷെ ആ ഒരു സംഭവം, അതായത് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് പുള്ളിയുടെ സിനിമകൾക്ക് പുള്ളി ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ആക്ഷൻ പരിപാടി സെറ്റ് ചെയ്യാനും അതിന്റെ സെറ്റപ്പും ഈ ആക്ഷൻ സീക്വൻസിലുമാണ് ഏറ്റവും കൂടുതൽ വൈശാഖ് ടച്ച് വരുന്നത്. ഇപ്പൊ പുലിമുരുകനൊക്കെ എടുത്ത് നോക്കിയാൽ ഇവ ലാസ്റ്റ് പുള്ളിയുടെ ചെയ്ത ടർബോ, ഈ ടർബോ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടപ്പം തിയേറ്റർ വൈബ് നല്ല പടം. ടർബോ ഞാൻ കണ്ടില്ല. പുലിമുരുകൻ ആ ഫസ്റ്റ് കടുവ പിടിക്കുന്ന സീൻ, ആ കൊച്ചിന്റെ ആ സീക്വൻസ്, പിന്നെ ക്ലൈമാക്സിലെ ഫൈറ്റ്, ഇത് രണ്ടും എനിക്ക് ഇഷ്ടമുള്ള. ഇത് രണ്ടും കാണാൻ ആൾക്കാർ ഫൈറ്റ് സീൻ ആയിരുന്നു ആ പടത്തിന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിയേറ്ററിൽ ഇടയ്ക്കുള്ള അത്രയും ആ ഒരു വെകിളിത്തരം എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ അത് രണ്ടും കാണുമ്പം ഇത് ഡയറക്ഷൻ അറിയാവുന്ന ഒരാളാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു വൈശാഖിന്റെ മറ്റേ ഇതിന് പറ്റിയ ടീമല്ല ഈ പുതിയ പിള്ളേർ. ചമൻ ചാക്കോ ആയാലും ജെയ്ക്സ്, ഇവരുടെയൊക്കെ വർക്ക് ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു വൈശാഖിന്റെ സ്റ്റൈൽ ഓഫ് ഫിൽം മേക്കിംഗ് ആയിട്ട് എന്തോ എവിടെ ഒരു ജെല്ലിങ് കുറവ് കൊണ്ടായിരിക്കും വൈശാഖ് ഇപ്പോൾ ഇല്ല ഈ പടത്തിനകത്ത്. ഇപ്പം നമുക്ക് ജെയ്ക്സ് ബിജോയുടെ BGM കുറിച്ച് സംസാരിക്കാൻ പറ്റും, പുള്ളിയുടെ സ്റ്റൈലുള്ള കുറച്ച് പരിപാടികളുണ്ട്. ചമൻ ചാക്കോയുടെ കട്ട്സിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റും. പക്ഷേ വൈശാഖ് മിസ്സിങ് ആയിരുന്നു. ഇപ്പം പൃഥ്വിരാജ് പോലും ഒരു പരിധി വരെ മിസ്സിങ് ആണ്. അല്ലോട്ട് എന്നാലും വൈശാഖ് മിസ്സിങ് ആയിരുന്നു എനിക്ക് പടം കണ്ടപ്പം. വൈശാഖിന്റെ വലിയ ഫാനല്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞ ടർബോ ഇല്ലേ, ഇപ്പൊ ടർബോ എന്ന് പറഞ്ഞ സിനിമ ഗംഭീര പടമൊന്നുമല്ല, അതൊരു വളരെ ജനറിക്കായിട്ടുള്ള ഒരു ആക്ഷൻ പടം. പക്ഷെ ആ പടത്തിനും തിയേറ്ററിൽ ഇപ്പം നമ്മൾ TV കണ്ടാൽ നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നില്ല. തിയേറ്ററിൽ അതിനൊരു വൈബ് ഉണ്ടാക്കാൻ പറ്റി. ഇപ്പം ഞാൻ ആ പടം കാണുന്ന സമയത്ത് തിയേറ്ററിലൊരു നല്ല വൈബ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വൈബ് നമുക്ക് ഈ പടത്തിൽ കിട്ടിയില്ല. അതിനും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആക്ഷൻ നടക്കാൻ വേണ്ടി ഒരു റീസൺ ഉണ്ടാക്കുന്നു, പിന്നെ ഇടി. പടത്തിൽ വേറെ ഒന്നും നടക്കുന്നത് ഇടി തന്നെ. ഇതിനകത്ത് ആക്ഷൻ റീസൺ ഒന്നുമില്ല. ഒരു ആക്ഷൻ സീനും ഒരു ചേസ് ഉണ്ടായിരുന്നു, ഒരു കാരണമില്ലാത്തൊരു ചേസ്.
പുള്ളി ചുമ്മാ മറ്റേ മരുഭൂമിയിലൊക്കെ കൂടെ പോയിട്ട് പിന്നെ ഇടയ്ക്കൊന്ന് ഇവര് പോലീസിനെ കണ്ടോ മറ്റോ മിസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് എൻ്റെ ആളി ഇങ്ങനെയാണ് ഇത് കൊണ്ട് നിർത്താൻ പോകുന്നത്. അതൊക്കെ ഓഡിയോ കേൾക്കുവാ നമ്മള്. സീനെ കട്ട് ചെയ്തപ്പം ഞാൻ വിചാരിച്ചു ഇതാരാ ഇതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. അതായത് ഗ്ലോബ് ട്രോട്ടർ ഇന്റർനാഷണൽ പടം അവരുടെ മനസ്സിലുണ്ട്, പക്ഷെ എഴുത്തിലും വിഷ്വലും അത് വന്നിട്ടില്ല. അതായത് ഇപ്പം അവിടെ പോലീസുകാർ ചുമ്മാ മരുഭൂമിയിൽ നിന്ന് ഇങ്ങനെ ഇടിച്ചു തള്ളി ഒരു വണ്ടി വന്ന് കയറുന്നു, അതിന്റെ പുറകെ പോലീസുകാർ വന്നിട്ട് ഒന്ന് നിർത്തിയിട്ട് എന്താ എവിടെയാണ് ഇത്ര ഓവർ സ്പീഡിങ് ഇങ്ങനെയൊക്കെ പോലീസ് കണ്ടില്ല. അയ്യോ ഇപ്പൊ ഇവിടെ പോയ വണ്ടി കാണുന്നില്ല. അപ്പൊ അങ്ങനെ കുറച്ചധികം ഈ മണ്ടത്തരം ലൈൻ പ്രസന്റേഷൻ കുറച്ചധികം ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ഞാനും ഈ ഷമ്യത്തിലൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്തപ്പോഴത്തേക്ക് പരിപാടി തുടങ്ങുന്ന കുറച്ച് അപ്പൊ നമ്മൾ കണ്ടപ്പോ ഇയാൾക്ക് വലിയ കൊണ്ടുവരാൻ നല്ല രസമുള്ള പരിപാടി കാണും. പിന്നീട് അങ്ങ് ഭയങ്കര ജനറിക് ആയിട്ട് ഒന്നും ചെയ്യാനില്ല. എനിക്ക് ഇനിഷ്യലി മറ്റേ ഒരു പാട്ട് കുറച്ച് ജനറിക് ആയിട്ട് ഫീൽ ചെയ്തു, മറ്റേ അനിയത്തിയുടെ കല്യാണം സ്റ്റാർട്ടിങ്. ഞാൻ വെച്ചത് ഇത് ഭയങ്കര തണുപ്പൻ സ്റ്റാർട്ടിങ് ആണ്. പിന്നെ പോലീസ് വന്നപ്പോൾ ഓക്കെ ഇനി ആയിരിക്കും പടം എന്ന് വിചാരിച്ച് ആ ഷമ്യത്തിലേന്റെ സീനൊക്കെ വന്നപ്പോൾ ഓക്കെ ഇവനെ ചതിച്ചു, അപ്പൊ ഇനി എന്താ പരിപാടി ഇങ്ങനെ നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഷമ്യത്തിലേനൊക്കെ പോയി. പിന്നെ മറന്നിട്ട് പുള്ളിയുടെ കഥ കാണിക്കുന്നു, അത് ഭയങ്കര ഇവര് ക്രിക്കറ്റ് കളിക്കുന്നു, മഗ്രാത്തോ എന്തോ അങ്ങോട്ടൊക്കെ പോയി. ഞാൻ ഇത്രയും പുറകെ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഈ നമ്മൾ ഈ പറഞ്ഞ ഈ ടൈപ്പ് സിനിമകളിൽ സിനിമയുടെ രസത്തെ നശിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് സീനുകളാണ് അല്ലേ? അത് അവിടെ ഈ പൃഥ്വിരാജൻ അഭിനയിച്ചപ്പോ ഇതിപ്പോ എത്ര കാലഘട്ടം ആ സാധനമില്ലേ, അതിങ്ങനെ ഒരു എന്തോ ഒരുപാട് വ്യത്യാസമില്ല. മഗ്രാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് മഗ്രാത്തിനെ പോലെ ബ്രെഡ്ലിയെ പോലെ പുള്ളി എന്താ മഗ്രാത്ത് എന്ന് വിളിക്കുന്നത്? മഗ്രാത്ത് മലബാറിന്റെ മഗ്രാത്ത് വളരെ കൃത്യതയോടുകൂടിയുള്ള വേറെ വഴിക്കൊക്കെ പോയി. ഇത് പറ അത് കഴിഞ്ഞ് പിന്നെ നായികയുടെ സീനൊക്കെ വന്നപ്പോ എന്റെ അത് ഉപ്പൂപ്പ മരിയ കിടക്കുക. ഉപ്പൂപ്പയ്ക്ക് അതിന്റെ കല്യാണം അവിടെ കണ്ടിട്ട് ചത്താ മതി. അപ്പോഴത്തേക്കും അപ്പൊ രാജേട്ടനൊരു ചെറിയ നാടൻ വന്നിട്ട് ചിരിയിരിക്കും. കേട്ട് നേരെ അമ്മ പറയും ഞാനൊരു പെങ്കൊച്ചിനൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറയും. ആരാ ഉമ്മ കണ്ട പെങ്കൊച്ച്? പിന്നെ കാണിക്കുന്നത് നേരെ ആ പെങ്കൊച്ചിന്റെ വീട്ടിൽ ചെല്ലുന്നു. വീട്ടിലാണ് പെങ്കൊച്ചിനെ കാണാൻ ചെല്ലുന്നു. അപ്പൊ പെങ്കൊച്ച് നടന്നു പോകുന്നു, പെങ്കൊച്ചിനെ പരിചയപ്പെടുന്നു, പേര് അറിയാം. ബേസിക്കലി അത് കഴിഞ്ഞ് അടുത്ത സീരിയൽ ഇപ്പോഴത്തെ പെമ്പിള്ളേരായിരുന്നു എന്റെ ഉമ്മയ്ക്ക് താങ്കളെ പോലെ പെൺകുട്ടിയാണ് അതിന് എന്ന് ചോദിച്ചാൽ അല്ല അങ്ങനല്ല. അത് പറയുമ്പോൾ എനിക്ക് വേറെ ആളുണ്ട് എന്ന് പറയാൻ ഞാനിപ്പോ ആലോചിച്ചു ഈ പോസിബിലിറ്റി എന്താ അവിടെ നടക്കാത്തത്? എല്ലാം സെറ്റായി പോവാ. ഇവരുടെ മനസ്സിൽ ക്ലാപ്സ് ആയിരിക്കും, കാരണം അത് കാരണം പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, പുള്ളി സ്റ്റൈൽ കാണിച്ച് പോകുന്നു. അതാ പറഞ്ഞ ഇത് തമിഴില് പണ്ട് നമ്മൾ ഒരു കാലത്ത് കണ്ട് ആസ്വദിച്ച് പിന്നീട് നമ്മൾ വെറുക്കപ്പെട്ട ഐറ്റമാണ് അത് നമ്മുടെ മലയാളത്തിൽ വീണ്ടും കൊണ്ടുവന്നു. ഈ പോർഷൻ കണ്ടിരിക്കാൻ എനിക്ക് പ്രചോദനമായത് പുള്ളിയുടെ കോസ്റ്റ്യൂം ഡിസൈനിങ്. ഈ ഷർട്ട് എവിടെ കിട്ടും? മഷർ ഹംസയാണ് കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത്. രാജുവായിട്ട് ഇട്ടിരിക്കുന്ന ഷർട്ട് എല്ലാം പുള്ളിയുടെ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോംപ്ലിമെന്റ് ചെയ്യുന്നത് പുള്ളിയുടെ ബോഡി സ്റ്റൈലൊക്കെ. അതെ അതാ പറഞ്ഞ ഭയങ്കര ഫിസിക്കൊക്കെ ഭയങ്കര രസം പുള്ളി അല്ലേ? ഞാൻ നല്ല സ്ക്രീൻ പ്രസൻസ്. പക്ഷേ പുള്ളിയെ കൊണ്ട് നിർത്തിയിരിക്കുന്ന സീനിന്റെ അകത്തൊന്നും സംഭവിക്കുന്നില്ല. ഞാനത് കാണുമ്പോൾ ഈ മനുഷ്യനെ വെച്ചിട്ട് എന്തോരം പിടിയൊരു ആക്ഷൻ പടം ചെയ്യേണ്ട. ഈ ലാസ്റ്റ് മറ്റേ ആ നോബഡി കണ്ടപ്പോൾ എനിക്ക് രാജുവേട്ടൻ ആക്ഷൻ ചെയ്യാൻ കിടുവാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഇതിനകത്ത് പുള്ളിയുടെ എഫേർട്ട് കൊണ്ടാണ് പകുതി ആക്ഷൻ സീനും പുള്ളി ഉള്ളത്. അത് പുള്ളി ഇടിക്കുന്നതൊക്കെ നമുക്ക് ബിലീവബിളാണ് ഭയങ്കര. അതിന്റെ ഒരു ഈ ക്യാരക്ടറിന്റെ ഫസ്റ്റ് ഇൻട്രോടെ മറ്റേ പാട്ടിലൊരു ബോക്സിംഗ് പരിപാടി കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പടത്തിൽ ഫുൾ ഫൈറ്റ് സീനിൽ പുള്ളി മറ്റേ ബോക്സിംഗ് കാണിക്കുന്നത്. അപ്പം പുള്ളി അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ള സംഭവം നമുക്ക് വിസിബിൾ ആണ്. പുള്ളിയുടെ ഫൈറ്റ് ഒരുപാട് ഫോഴ്സിബിളി അല്ലാതെ വിസിബിൾ ആക്കുന്നുണ്ട്. പക്ഷെ അത് ഞാൻ ആലോചിച്ച് ഫസ്റ്റ് ഇൻട്രോ സീൻ്റെ അകത്ത് നമ്മൾ ഈ ലണ്ടനിലൊക്കെ ഉള്ള പരിപാടി കണ്ടുള്ളതിൽ ഒരാൾക്കെങ്കിലും ഒരു തോക്കുണ്ട്. ഇത് എല്ലാവരും പേനക്കത്തിയായിട്ടാണ് രാജുവേട്ടനെ കൊല്ലാൻ. ശബ്ദം കേൾപ്പിക്കാതെ കൊല്ലണം. ലണ്ടന്റെ നടുക്ക് വണ്ടി നിർത്തിയിട്ട് ഈ പരിപാടി മൊത്തം നടത്തി, എന്നിട്ട് പേനക്കത്തി എടുത്ത് നടുറോട്ടിക്കാൻ കേൾപ്പിക്കാതെ കൊല്ലണം. അതാണ് പരിപാടി. ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇത്രയും, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേതെങ്കിലും ഒരു ഹൈപ്പ് എങ്കിലും കൊടുക്കാം. പടത്തിൽ തോക്കും വെടിയും വളരെ വളരെ തോക്കൊന്നുമില്ല, വളരെ കുറവാണ്. എത്ര വലിയ സ്മഗ്ലിംഗ് നമ്മൾ ഒരുപാട് കാണുന്ന പോലെ സിനിമയിൽ ഒരുപാട് പേര് മരിക്കുന്നില്ല, വളരെ കുറവാണ് ത്രൂ ഔട്ട്. ഞാൻ മറ്റേ യൂഷ്വലി ഇങ്ങനത്തെ പടത്തിൽ ഒരു ലോഡ് ശവം വീടുണ്ടോ, പക്ഷെ ഈ പടത്തിൽ ഒരാൾ അബദ്ധവശം മരിക്കുന്നത് തന്നെ നായകനെ സംബന്ധിച്ച് അത്രയും ഷോക്കാക്കുകയാണ്. ഞാൻ വിചാരിച്ചു ആ പോയിന്റില് വേറെ മൈൻഡ് ആയിക്കാണോന്ന് വിചാരിച്ചു രാജുവേട്ടൻ. പക്ഷെ ബോംബ് പൊട്ടിയപ്പോ ഞാൻ വിചാരിച്ചു എന്താണ് പുള്ളി ഞെട്ടുന്നത്. അതെ അതെ, പുള്ളി അത് കഴിഞ്ഞിട്ട് തപ്പ് പണിട്ടോ ആ സാധനം. അത് കഴിഞ്ഞിട്ട് ഒരു കോമഡി മേക്കപ്പാ പുള്ളിയെ കൊണ്ട് വെച്ചേക്കുന്നത്. മറ്റേ മരിച്ച ആളെ ഏതാ പറയുക, വെക്ന ഇല്ലേ, വെക്ന, സ്ട്രേഞ്ചർ തിങ്സിലെ വെക്ന. പിന്നെ അതുപോലെ നമ്മുടെ സോറി പിന്നെ എനിക്ക് പിന്നെ ഒരു എക്സാമ്പിൾ ഉണ്ട്, നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിലെ പിന്നെ ഐല്. അതെ അതെ, അങ്ങനത്തെ കുറച്ചധികം മേക്കപ്പ്.
ഇത് പക്ഷേ ശിവജി നമുക്കൊന്നും തോന്നുന്നില്ല. ശിവജിത്ത് നമുക്ക് ഞാൻ ഒരു പോയിന്റില് മറ്റേ ഇയാളെ കാണിക്കാത്ത ഇങ്ങനെ പിടിക്കത്തില്ല. അപ്പൊ എനിക്ക് തോന്നി ചേട്ടാ പുള്ളിയുടെ ഒരു അവസ്ഥ നോക്കണേ, പുള്ളിയാണ് ആക്ച്വലി മെയിൻ വില്ലൻ, പുള്ളിയാണ് എല്ലാം ചെയ്യുന്നത്. മറ്റവരിങ്ങനെ ഇരുന്ന് വെള്ളം അടിച്ചുകൊണ്ട് എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ. പുള്ളിയാണ് കളത്തിലിറങ്ങി പണിയെടുക്കുന്ന പുള്ളിയാണ്. ഞാൻ വിചാരിച്ചു പുള്ളിയായിട്ടൊരു ഫൈറ്റ് എന്തെങ്കിലും ഒരു പെങ്കൊച്ച് എന്തോ രാജുവേട്ടന് വളരെ പ്രിയപ്പെട്ട ഒരു അതൊക്കെ ഇങ്ങനെ വന്നങ്ങ് പോയി. ആ സീക്വൻസ് കണ്ടപ്പോൾ എനിക്ക് എന്താ പടം തോന്നുന്നത്, ക്രൂ എന്ന് പറഞ്ഞ പടമില്ലേ കഴിഞ്ഞ കൃതിസ്വരൻ കരീന കപൂറൊക്കെ വിളിച്ച ആ സിനിമയുടെ ഐഡിയ തരുന്നു. മനസ്സിലായി. അതായത് അവരുടെ എയർലൈൻ നഷ്ടത്തിലായ സമയത്ത് കോമഡി അതുകൊണ്ട് ആ കോമഡി ലൈനിൽ അങ്ങനെ പോകുന്നത് അത് പടം അത്ര സുഖമൊന്നുമില്ല. പിന്നെ അതിന്റെ ഐഡിയ ഈ സമയം പറഞ്ഞുകൊണ്ട് ഈ ഐഡിയയിൽ ഒരു പടം കഴിഞ്ഞിട്ടല്ലേ കണ്ടത്. അല്ല അതും ഈ പറയുന്ന പോലെ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ ഒരു എലമെന്റ് വെച്ചിട്ടുണ്ട്, നമ്മളത് ഇന്റഗ്രേറ്റ് ചെയ്ത് ഇവര് റിസർച്ച് ചെയ്തപ്പോൾ റിസർച്ച് ചെയ്ത് കാണും, ചെയ്ത സമയത്ത് കിട്ടിയ കുറെ ഇൻഫർമേഷൻ ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ജസ്റ്റ് ടച്ച് ലെവലിൽ ടച്ച്. അതെ, ഇപ്പം നമ്മൾ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നമുക്ക് ഇതുമായിട്ട് ബേസ് കുറെ ഇൻഫർമേഷൻ നമ്മളിങ്ങനെ ഒരു നിരത്തി വെക്കും, എന്നിട്ട് ഇത് എവിടെ കൊണ്ടും ആ പ്രോസസ്സിൽ എത്താത്ത ഒരു സ്ക്രിപ്റ്റ് പോലെ ഒരു ഇപ്പൊ ഈ പടത്തിൽ കൊഫെ പോസ എന്ന് പറഞ്ഞൊരു ഇൻഫർമേഷൻ അതും ഇങ്ങനെ ചിതറിക്കിടക്കും. അത് ഈ പടത്തിൽ അത് ഫസ്റ്റ് ടീസർ അറിയാൻ അപ്പോഴാണ് നമ്മൾ സെർച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. കുഫെ പോസയെ പറ്റി ഞാനും കേട്ടിട്ടില്ല അതിന് മുമ്പ്. ഞാൻ ടീസറിൽ തന്നെ ഒരു സെക്കൻഡ് ഇങ്ങനെ കാണിച്ചിട്ട് മിനിമമായി. അപ്പൊ ഞാനത് കണ്ടോട്ടെ, ഓക്കെ അതെന്താ സംഭവം അറിയാൻ വേണ്ടി തപ്പിൽ അത് കൊള്ളാലോ പരിപാടി എന്നുള്ള. അപ്പൊ നമുക്ക് ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണല്ലോ. ഇത്രയും സംഭവം നടന്നിട്ട് പോലും അരമണിക്കൂർ പോലും ജയിലിടാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്ന ലെവലും അത്രയും പവർഫുൾ ക്യാരക്ടറാണ്. പക്ഷെ ഈ പടത്തിൽ അതാണ് ഈ സീക്വൽ സ്കാം നടക്കുന്ന പടങ്ങളിലെല്ലാം ഈ ലാസ്റ്റ് ഇറങ്ങിയ മറ്റേ പള്ളിച്ചട്ടം എല്ലാത്തിലും അടുത്ത പാർട്ട് പള്ളിച്ചട്ടം കറക്റ്റ് എക്സാമ്പിൾ. അതായത് ആ പടം മുഴുവൻ കണ്ടു തീർക്കാൻ വലിയ പാടാണ്. പക്ഷെ എൻഡിൽ എത്തുമ്പോഴത്തേക്കും രാജുവേട്ടന്റെ ലുക്ക് ആ സാധനമാണ്. പക്ഷെ ഇതിനകത്ത് അത്രയും പോലും എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ലാലേട്ടൻ വന്ന് ഓക്കെ എന്ന് പറഞ്ഞാലും ഇതേപോലെ ഒരു പടം ലാലേട്ടനെ വെച്ച് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ ഡബിൾ നോയാണ്. അതെ, പക്ഷേ സർപ്രൈസിംഗ്ലി ഇന്ന് അവർ അനൗൺസ് ചെയ്തു കഴിഞ്ഞു. ഒഫീഷ്യലായിട്ടൊരു മീറ്റിംഗ് അവരൊരു ഫംഗ്ഷൻ വെച്ച് ഖലീഫ പാർട്ട് 2 കമ്മിങ് എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ വൈശാഖ് അനൗൺസ് ചെയ്ത 2 പടങ്ങൾ ഇപ്പൊ പെൻഡിങ്. മിനിസ്റ്റർ രാജയും ടർബോ 2. ഇത് രണ്ടും കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അത് വരുന്നത്. പിന്നെ എനിക്ക് വർക്കായ ഒരു സീൻ എന്ന് പറയുന്നത് ഈ അച്ഛനെ പിടിക്കത്തില്ലേ, എന്നിട്ട് ആ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, അതിന് കുറച്ചൊരു എന്താ പറയാ, അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം വേണേ. അവിടുന്ന് ഇവൻ ഈ വഴിക്ക് ഇറങ്ങാനുള്ള ഒരു ട്രിഗർ ഉണ്ടാക്കാൻ തുടങ്ങുന്ന ഈ എലമെന്റ് അതിന് മുമ്പ് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്ത്. അതുകൊണ്ട് ഇത് കുറച്ച് ഇപ്പം മറന്നുപോയതാണ് സംഭവം. അത് ആ പോയിന്റ് രസം ഉണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് അച്ഛൻ പറഞ്ഞ ഒരു കൺസൈൻമെന്റ് വരുന്നു അവിടെ. അപ്പൊ ഇങ്ങനെ ഒരു ബിൽഡിങ്ങിന്റെ ഒരു ഫീൽ ഉണ്ട്. അതായത് ഒരു സീൻ ബിൽഡ് ചെയ്ത് വരുവാണല്ലോ എന്നുള്ള പരിപാടി. എന്നിട്ട് പിന്നെ ജയിലിൽ പോയി അച്ഛനെ കാണുമ്പോൾ ഈ സാധനം കാണും. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ മറ്റേ പൃഥ്വിരാജിന്റെ ക്യാരക്ടറിന് ഒരു പോയിന്റിലും ഇങ്ങനെ തിരിഞ്ഞു എന്ന് തോന്നുന്നില്ല. എല്ലാ പോയിന്റിലും പുള്ളി ഇങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ഫീലിംഗ് ആണ്. ഇത്രയും വലിയ പണക്കാരനായി ലണ്ടനിൽ നിൽക്കുമ്പോഴും പുള്ളി പറഞ്ഞു ഞാൻ പൊട്ടിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത പിന്നെ അത് കഴിഞ്ഞിട്ട് അത് നമുക്കിങ്ങനെ ഒരു ഇത് ഇവിടുന്ന് അങ്ങോട്ട് ഈ പരിപാടി സെറ്റ് ആവും. അങ്ങനെ ഇല്ല. അത് കഴിഞ്ഞാൽ വീണ്ടും ബാക്ക് ടു ഒരു പഴയ അവസ്ഥയിലേക്ക്. ആ സീൻ്റെ സ്റ്റേജിങ് എനിക്ക് ഭയങ്കര എന്താ പറയാ വർക്ക്. അതായത് അവർ വന്നിട്ട് ആ പാലത്തേൽ കാണേണ്ടിയിരുന്നത് പൃഥ്വിരാജിനെയാണ് ആ വണ്ടിക്ക് ഉപയോഗിക്കുന്നത്. ഇത് മറ്റേ പുള്ളിയെ കണ്ടിട്ട് പിന്നെ ഒരു ശോകം ഇൻട്രോ പൃഥ്വിരാജൻ. അങ്ങനെ മങ്ങിയ വെളിച്ചത്തിൽ ഇങ്ങനെ വരേണ്ടത് ആ പൃഥ്വിരാജിന്റെ രൂപമാണ്. ആദ്യം വരുന്നത് സഞ്ജയ് ശിവറാമിന് ഒരു അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിയൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ അങ്ങനെ വന്നിട്ട് എന്തെങ്കിലും വെറുതെ ഇറങ്ങിയിട്ട് സൈഡ് നിൽക്കുകയാണ്. അവര് വരുമ്പോൾ വിളിച്ചാൽ ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുന്ന പോലെ പൃഥ്വിരാജ് നോക്കുന്നു, ക്യാമറ ബാൻ ചെയ്യുന്നു, നേരെ രാജുവേട്ടൻ മറ്റേ പഴയ സ്റ്റൈല് ഡോറ് തുറക്കുന്നു, താഴോട്ട് ചാലി ഓട്ടുന്നു. അത് സെയിം നമ്മളൊരു ഒരുപാട് പടങ്ങളിൽ കണ്ട സ്ഥിരം ഇൻട്രോ. ഇവൻ ഞങ്ങൾ തന്നെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സാധനം പിന്നെ വന്നപ്പോൾ ഞാൻ ചേട്ടാ ഇതിലും ഇമ്പാക്റ്റ് ഉണ്ടായതിനും മറ്റേ സാധനത്തിന് എന്ന് തോന്നി. അപ്പം അങ്ങനെ കുറച്ച് പിന്നെ ആ ഫൈറ്റ് ത്രൂ ഔട്ട് എൻ്റെ തിയേറ്ററിലെ പ്രശ്നം, ഞങ്ങൾ 2 തിയേറ്ററിലാണ് കണ്ടത്. എൻ്റെ തിയേറ്ററിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഫൈറ്റ് ത്രൂ ഔട്ട് മഴയായതുകൊണ്ട് ഭയങ്കര ഗ്രെയിൻസും എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ. അതപ്പോൾ വന്ന DCPയുടെ ആണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് കണ്ടോണ്ടപ്പം ഇവർ ഈ ഒറിജിനൽ മഴയുടെ പുറത്ത് VFX-ല് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ബാക്കിൽ പെയ്യുന്ന മഴയുടെ ഈ മഴ നമ്മളിപ്പം ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഷട്ടർ സ്പീഡ് അനുസരിച്ച് ഇതിന്റെ ലൈനിന്റെ സൈസ് വലുതാവും ചെറുതാവും ചെയ്യും. ഇവർ പുറത്തിട്ടിരിക്കുന്ന മഴയുടെ VFX-ൽ കോമ്പോസിറ്റ് ചെയ്തിരിക്കുന്ന മഴയുടെ സൈസ് ചെറുതാണ്. അപ്പോൾ ഇതിന്റെ ഒരു അപ്പം നമുക്കത് കാണുമ്പോൾ കുറച്ച് ഇത് ചേരുന്നില്ലല്ലോ എന്ന് തോന്നും. അപ്പോൾ ഇതൊക്കെ സിനിമ കാണുമ്പോൾ ഇതൊക്കെ ഒരു വലിയ വിഷയമാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ സിനിമ നമുക്ക് ഒട്ടും എൻഗേജിങ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും.
സിനിമ പിന്നെ ഒരു സംഭവം ഒന്നും നമ്മൾ മൈൻഡ് ചെയ്തില്ല. പിന്നെ സംഭവം എന്ന് വെച്ചാൽ നമ്മള് എന്താ പറയുക, ഇത് ചെയ്യാൻ ശ്രമിക്കുന്നവരായതുകൊണ്ട് നമ്മളിങ്ങനെ പഠിക്കുമ്പോഴത്തേക്കും ഒരു ഫ്രെയിം കാണുമ്പോഴത്തേക്കും എന്താ പറയാ, നമ്മൾ പോലും അറിയാതെ ഇങ്ങനെ ശ്രദ്ധിച്ചു എല്ലാ കാര്യങ്ങളും. ഞങ്ങളിങ്ങനെ ഇങ്ങനെ ആ മഴയൊന്ന് ശ്രദ്ധിക്കാം എന്ന് ഇരിക്കുന്നതല്ല, എന്ത് കുറ്റം പറയാം ഈ സീൻ എന്നുള്ള അങ്ങനെയല്ല. ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ആവശ്യമല്ല. നമുക്ക് നമ്മളെ സിനിമ ഒരുപാട് സാധനം പഠിപ്പിച്ചൊന്നും പറയുന്നില്ല. നമുക്ക് സിനിമ എൻജോയ് ചെയ്യാൻ പോകുന്നത്. എൻജോയബിൾ ആവാത്തതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള ഘടകങ്ങളിലേക്ക്. ഫോർ എക്സാമ്പിൾ എന്താ പറയാ, പോലീസുകാരൻ ഒരു പോലീസുകാരനാണെങ്കിൽ ചിലപ്പം പോലീസുകാരുടെ എന്തെങ്കിലും ആക്ടിവിറ്റി കാണുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ വരത്തില്ല എന്ന് പുള്ളിക്ക് ഉടനെ എടുത്ത് പറയാൻ പറ്റും. നമുക്ക് ചിലപ്പോൾ അത് തോന്നിയെന്ന് വരത്തില്ല. അതൊക്കെ ശ്രദ്ധിക്കണോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷേ പുള്ളിയെ സംബന്ധിച്ച് പുള്ളി ഡെയിലി ചെയ്യുന്നൊരു വർക്ക് അത് അങ്ങനെ നടക്കത്തില്ല. സിനിമ കാണുമ്പോൾ ഒരു പോലീസ് പ്രൊസീജിയർ സിനിമ അപ്പോൾ ഒരു പോലീസുകാരൻ കാണുന്ന സമയത്ത് ഇങ്ങനെ ഈ പ്രൊസീജിയർ ഇങ്ങനെ നടക്കത്തില്ല എന്ന് 90 ഒരു പോലീസുകാരൻ പറയും. എന്തുകൊണ്ടാ കാര്യം പുള്ളിക്കറിയാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ പറയാൻ പറ്റും. 90 ഇങ്ങനൊരു നിയമം, ഈ പിന്നെ ഈ പ്രൊസീജിയർ നമ്മൾ ചെയ്യത്തില്ല, പഴയ പരിപാടിയാണ് ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ സിനിമയെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്നതും ഈ ഫിലിം മേക്കിംഗ് ടെക്നിക്കിനെ പറ്റി പഠിക്കാനുള്ള ശ്രമം നടത്തുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇതൊരു പക്ഷേ സിനിമ ചുമ്മാ കാണാൻ പോകുന്ന ഒരാൾക്ക് ഇതൊരു വിഷയമേ അല്ല. ആ ഫൈറ്റിൽ എല്ലാവർക്കും വിഷയമാകാൻ പോകുന്നത് പ്രത്യേകിച്ച് ഒരു ഇമ്പാക്ട് ഇല്ലെന്നുള്ളതാണ്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന ആ ഫൈറ്റ് ഒരു ഭയങ്കര ഗംഭീര പരിപാടിയായിട്ട് ഒന്നും. ഞാൻ ആ സീൻ കണ്ടപ്പോൾ ആലോചിച്ചു, ഇതൊരു തെലുങ്ക് പടത്തിലൊക്കെ ആണെങ്കിൽ ഈ സീനിന്റെ സെറ്റപ്പേ മാറും. അത് അതിനകത്ത് അത് ഓവർ സ്റ്റൈലൈസ്ഡ് ആക്കി നമ്മൾ ആ പാലത്തിന്റെ ആ ഇനിഷ്യൽ ഒരു എസ്റ്റാബ്ലിഷിംഗ് കഴിഞ്ഞാൽ പിന്നെ മൊത്തം മിഡും ക്ലോസും. ലാലേട്ടൻ വരുന്ന സീൻ ആക്ച്വലി മിഡും ക്ലോസും മാത്രമേ ഉള്ളൂ. ലാലൻ ലാസ്റ്റ് എന്തോ ഡയലോഗ് പറയുമ്പോൾ പുള്ളിയുടെ തലയൊക്കെ കട്ടായിട്ട് ഇത്രയും ക്ലോസാ. അല്ല ഇങ്ങനെ പിന്നെ വർക്കായൊരു സീൻ എന്ന് പറയുന്നത് ആ ക്ലൈമാക്സിലെ അത് രസം ഉണ്ടായിരുന്നു പറയാം. ഈ പടത്തി ഭേദപ്പെട്ട ഒരു സീക്വൻസ് ആണ് ലാസ്റ്റിലത്തെ ക്ലൈമാക്സ് ഫൈറ്റ്. പക്ഷെ അതും ഈ സെറ്റപ്പ് ഇല്ല, അത് മിസ്സിംഗ് ആണ്. എന്നാലും ക്ലൈമാക്സിലെ ഫൈറ്റില്ല, ഇവ ജയിലിൽ കൊണ്ടുവിടുന്നത് അതൊക്കെ ഒരു വേറൊരു സ്റ്റൈലാണ്. അതിന്റെ ജയിലിനകത്ത് ഒരു ഫൈറ്റിംഗ് ലൊക്കേഷൻ അതിന്റെ ലൈറ്റിംഗും പരിപാടികളൊക്കെ രസമുണ്ടായിരുന്നു. അവിടെ ഒരു ഇങ്ങനെ കത്തിക്കിടക്കുന്ന ഒരു സംഭവം അതിനകത്ത് പിടിച്ചിടുമായിരിക്കും. അതെ അത് ലൈറ്റിംഗിന്റെ ഒരു ഇതിന് വേണ്ടി ഇങ്ങനെ ചെയ്യാൻ പ്രൊഡക്ഷൻ ഡിസൈൻ വിഷ്വൽ പരിപാടി ഭയങ്കര രസമാണ്. അതെ. പിന്നെ അവിടെ വെച്ച് കുറച്ച് പരിപാടി അവിടെ എന്തോ ഒരു രസം തോന്നി. ഇത് കുറച്ച് വൃത്തിയുള്ള പരിപാടി. സിനിമയിൽ മറ്റേ ഫൈറ്റിന് മുമ്പ് നായകനെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി പറയുമല്ലോ, എന്ത് അച്ഛനെ കൊല്ലാനാണ് ഇവിടെ. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മളെ വീണ്ടും ഇത് ഓർമ്മിപ്പിക്കുകയും നായകൻ ഇത് വീണ്ടും ചാർജ് ആവാൻ വേണ്ടി കൊടുക്കുന്ന അവസരം പോലെ. അതും പഴയ ടെക്നിക്കാണ്. അതെ. നമുക്കിത് കാണുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് ഇതിന്റെ സ്ട്രക്ചറാണ്. ഇത് ഇങ്ങനെ വന്ന് ഇപ്പൊ ഇവനിട്ടൊരു പണി കൊടുക്കും. പക്ഷെ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റാത്തത് ഇതിന് ഇമോഷണലി കണക്ട് ഇല്ലാത്തതുകൊണ്ട്. ഇമോഷണലി കണക്ട് ആണെങ്കിൽ ഇതേ സ്ട്രക്ചർ വർക്കാവും. ഇമോഷണലി കണക്ഷൻ ഇല്ലെങ്കിലും ഇത് ഭയങ്കര ഒരു എൻജോയബിൾ ആയിട്ടുള്ളൊരു പടമായിരുന്നെങ്കിലും ഇത് കുഴപ്പമില്ലാതെ പോകും. എന്തെങ്കിലും ആരുടെയെങ്കിലും ക്യാരക്ടർ രസം ഉണ്ടായിരുന്നു. അതെ, നമുക്കൊരു രസം തോന്നണം. ഈ അച്ഛനെ കൊന്നു എന്ന് പറയുമ്പോൾ നമുക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. ആ സീനിൽ ഒരു കൂർക്കയ്ക്ക് കൈയടി തിയേറ്ററിൽ കൈയടിച്ചില്ല. ഞാൻ പറയാണ് ആ സീൻ കണ്ടപ്പോൾ. അതെ, ഏതെങ്കിലും നിങ്ങളുടെ തിയേറ്റർ കൈയടിച്ചോ? എനിക്ക് അറിയത്തില്ല. നമ്മുടെ തിയേറ്ററിൽ ഒന്നിനും അനക്കമില്ലാത്തതുകൊണ്ട്. ഞങ്ങളുടെ തിയേറ്റർ ഗംഭീര ഓഡിയൻസ് ആയിരുന്നു. അവർക്ക് നല്ല സാധനം കൊടുത്തിരുന്നെങ്കിലുണ്ടല്ലോ കിട്ടിലും തിയേറ്റർ വൈബ് ഉണ്ടാക്കായിരുന്നു. പക്ഷെ ആ ചുമ്മാ തിയേറ്ററിൽ ഖലീഫ എന്ന് എഴുതി കാണിക്കുമ്പോൾ കയ്യടി, തുടക്കം ചുമ്മാ വേദി കാണിക്കുമ്പോൾ അതിനൊക്കെ കയ്യടി ഇട്ട് തുടങ്ങി. പടം തുടങ്ങി മറ്റേ ആ ലവ് സ്റ്റോറിയും പാട്ടൊക്കെ വന്നപ്പോൾ ആളുകൾ പിടിയിട്ട് ഇനി കൈ നമുക്ക് റെസ്റ്റ് എടുക്കാം. അല്ല, ഞാൻ ആ സീൻ കണ്ടപ്പോൾ ആലോചിച്ചു, ആ ഒരു കൂർക്കയുടെ ഫൈറ്റ് സീൻ നടന്നപ്പം ഇത് തിയേറ്ററിൽ കൈയടിക്കും. ആരെങ്കിലുമൊക്കെ ആ സീന് കൈയടിക്കുമായിരിക്കും. എടാ റാൻഡമായിട്ടൊരു അതിന്റെ അതൊന്നും ക്ലിഷേ സീക്വൻസ് ആണെങ്കിലും ആ സീനിനൊരു പൊട്ടൻഷ്യൽ ഉണ്ട് വലിയ. അതായത് ഇത്ര പക്ഷെ അത് വേറെ രീതി സെറ്റ് ചെയ്തിരുന്നെങ്കിലുണ്ട്. നമ്മൾ ഈ മറ്റേ എന്താ വിക്രത്തിലൊക്കെ അങ്ങനെ ഒരു സംഭവം നമ്മളിങ്ങനെ ഞെട്ടിച്ചൊരു ഏജന്റ് ടീനെ ഉണ്ടാകുന്ന പോലെ ഒരു ഗൂർക്കയെ തുടക്കം തൊട്ട് കാണിക്കും. അങ്ങനെ വല്ലോ ഒരു ഇതൊന്നും നമുക്ക് സെറ്റപ്പ് ഇല്ല. സെറ്റപ്പ് ഒന്നും ഇല്ലാതെ പേ ഓഫ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അടി നടക്കുന്നു, അടിച്ചോ എന്ന് പറയുന്ന പോലെ. പിന്നെ മറ്റേ ഒരു പോലീസുകാരനായിട്ടൊരു പുള്ളി വരില്ല. പുള്ളി അവിടെ ഈ ഗൂർക്ക കുത്തു കൊള്ളുന്നുണ്ട്, പുള്ളി വെട്ടുകൊണ്ട് വീഴുന്നുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ ഇതിനെല്ലാത്തിനും ഇങ്ങനെ ഇവര് ഫ്രെയിം വെച്ച് ഷൂട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഏതാ ഇങ്ങനെ ഈ സീനിൽ ഇമ്പാക്ട് ഉണ്ടായിക്കോട്ടെ. നമുക്ക് ഇവരാരും അറിയാത്തതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഇമ്പാക്റ്റും ഇല്ല. ഈ നമ്മൾ വേറെ ഇപ്പൊ ഉള്ള ഒരു ക്ലിഷയിൽ നിന്ന് വേറൊരു ക്ലിഷയിലേക്ക് പറയുവാണെങ്കിൽ ആ പോലീസുകാരൻ വന്നിട്ട് ചുമ്മാ ഈ പറയുന്ന പോലെ ആ മറ്റേ ഈ അത് എനിക്ക് പേഴ്സണലി കുറച്ച് ഇഷ്ടമല്ലാത്തൊരു സംഭവം. ചുമ്മാ ആ ഒലിപ്പേരുണ്ടല്ലോ, അത് അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് സിനിമയിൽ പ്രസന്റ് ചെയ്യുന്ന എപ്പോഴും അതിന് പകരം പുള്ളി ഇവനെ ഈ ഗൂർക്കെ നീയാണോ ഇവിടുത്തെ ആ സാധനം എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അതും മറ്റേതിൻ്റെ അത്രയും ക്ലിഷ അല്ലാത്തൊരു സംഭവം. എന്നിട്ട്
പുള്ളിയാണ് ഈ രാത്രി ഇവരെയും കൊണ്ട് വിടുന്നതെങ്കിൽ ഈ ഗൂർക്ക ഇവർ അങ്ങനെ എന്തെങ്കിലും അതായത് അതാണ് നമ്മൾ ഈ പറഞ്ഞ സെറ്റപ്പ് ആൻഡ് പേ ഓഫ്. ഈ ലൂസിഫർ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല എന്ന് പറഞ്ഞ ഒളിച്ചിരുന്ന് കാണത്തില്ല, അങ്ങനെ എന്തെങ്കിലും ലൈൻ. അപ്പൊ അത് വർക്കാണല്ലോ ഈ പറയുന്ന പോലെ. അതും ഈ പറയുന്ന പോലെ ഭാഷയിൽ അതെ അത് ഈ പറഞ്ഞ പോലെ സംഭവം ക്ലീച്ച് ആണെങ്കിലും നമ്മളും ബെറ്റർ ആക്കാം എന്ന് പറയുന്ന സംഭവം. അപ്പൊ അവനെ തുടക്കം തൊട്ട് കുറച്ച് ഇതാക്കുന്ന തുടക്കം പറഞ്ഞാൽ ഈ ഗൂർക്കളൊക്കെ വരുന്ന ഒരു സീൻ അതിന് മുമ്പ് അതിന് പകരം ഇങ്ങനെ ഒരു സെറ്റ് ചെയ്തിട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു എലമെന്റ് ആവശ്യം. വേസ്റ്റഡ് ആണ്, പക്ഷെ ഈ ഗൂർക്കുകൾ പിന്നെ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കത്തില്ല അങ്ങോട്ട് അടി അവിടെ നടക്കുന്നു. ഇത് നമ്മൾ വിചാരിക്കുന്നത് ഇത് ഇനി എന്താണ് ഇത് അമറലി അങ്ങോട്ട് ലണ്ടനിലെന്തോ ഇരിക്കുകയാണല്ലോ. ഞാൻ വിചാരിച്ചു ഈ കുടുംബത്തിനെ അങ്ങോട്ട് കൊണ്ടുപോകാതെ നമ്മളിവിടെ ഇത്രയും ഇഷ്യൂ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇയാളുടെ കുടുംബം എങ്ങനെ ഇവിടെ സേഫ് ആയിട്ട് നിൽക്കുമെന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. എനിക്ക് മനസ്സിലായി. സേഫ്റ്റിക്ക് വേണ്ടി പുള്ളി കൂർക്ക ഇട്ടിട്ടുണ്ട്. ഒരു 7 കൂർക്ക നിൽപ്പുണ്ട് അവിടെ. ആ ഇതില് പുള്ളി അവിടെ വെള്ളമടിച്ചിരിക്കുക. എനിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ എന്നുള്ള നമ്മൾ ഒരുപാട് പേരുടെ കുടുംബകാര്യത്തിൽ നമ്മൾ ഇടപെടുന്നില്ല. എനിക്ക് തോന്നുന്നു പുള്ളി ഇനി അമർ അലിയെ പോലെ ഷാമിർ അലിയെ പോലുള്ള ഒരു ഒറിജിനൽ ക്യാരക്ടറിനെ നേരിട്ട് കണ്ടിട്ട് പുള്ളിയുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നല്ലൊരു കഥയുണ്ട്. ഞാനൊരു പടം ചെയ്ത് വെച്ചിട്ട് സങ്കടങ്ങൾ എൻ്റെ അനിയനോട് അവൻ്റെ കൂട്ടുകാരൻ ഒരു സങ്കട കഥ പറഞ്ഞപ്പോൾ അത് കേട്ടോണ്ട് തോളത്തടിട്ട് നല്ല കഥ ഞാൻ എടുക്കാതെ എന്ന് പറഞ്ഞൊരു അനിയനുണ്ട് എനിക്ക്. അതെ എന്ന് പറയുന്നില്ല പൃഥ്വിരാജ് കഥയൊക്കെ. പൃഥ്വിരാജല്ല, മറ്റേ ജിനുവി എബ്രഹാം റൈറ്റർ. പുള്ളി ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ ആണോ എന്ന് സംശയമുണ്ട്. കാരണം ജിനുവി എബ്രഹാം ക്രിയേഷൻസ് ഇന്നോവേഷൻ എന്ന് പറയുന്ന ഇനിഷ്യലി ഒരു ഇതുണ്ടായിരുന്നു, പ്രസൻസ് എന്ന് പറയുന്നത്. ജിനുവി എബ്രഹാം പ്രൊഡക്ഷൻ ഉണ്ട് എന്നാ തോന്നുന്നു. അദ്ദേഹത്തിന് എന്നോട് കഥാ സംഭാഷണം പുള്ളിയുടെയാണ്. ഞാൻ ഈ പടം കാണാൻ വേണ്ടി ഞാൻ കറക്റ്റ് ടൈമിങ്ങിന് അവിടെ എത്തുന്നത്. അപ്പം ഞാൻ ഈ പടം കാണാൻ വേണ്ടി ബാത്റൂമിൽ ഓടിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഓപ്പോസിറ്റ് ഷസാമിനെ കണ്ടു. അപ്പൊ പുള്ളി എന്നെ കണ്ട് ചിരിച്ചിട്ട് ചോദിച്ചു എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളിയോട് ചോദിക്കണ്ടേ നമ്മളെ അറിയുമോ, അതെ ഏതെങ്കിലും വീഡിയോ കണ്ടുണ്ടോ, അല്ല ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ മനസ്സിൽ ചോദിക്കുക. അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് സുഖമാണെന്ന് പറഞ്ഞു. എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ട് ഞാൻ ബാത്റൂമിൽ പോയി നിൽക്കും. ചേട്ടാ തിരിച്ച് സുഖമാണോ എന്ന് ചോദിക്കണമായിരുന്നോ? ഈ കാര്യങ്ങൾ പുള്ളിക്ക് ഒരുപാട് ഫാൻസ് പുള്ളിയെ എല്ലാവർക്കും അറിയാലോ. പുള്ളി ഒരുപാട് പേർക്ക് അറിയാം. സ്വാഭാവികമായിട്ട് പുള്ളി വിചാരിച്ച് ശ്രദ്ധിക്കുമ്പോൾ എന്നെ അറിയാവുന്നതുകൊണ്ടാണ്. അപ്പൊ ഒരു ഇന്ററാക്ഷൻ അങ്ങനെ വീഡിയോ കണ്ടോ വീഡിയോ നീതാ അല്ല. അപ്പൊ മറ്റേ ഇന്റർവെല്ലും ഇതുപോലെ തന്നെ ഞാൻ ആ ഇറങ്ങി വരുന്ന അതില്ലേ അതിന്റെ പുറത്ത് ഫോണും കൊണ്ട് നിൽക്കും. അപ്പോൾ ഇതുപോലെ പുള്ളി ഇറങ്ങി വന്നിട്ട് പുള്ളി വീണ്ടും ചിരിച്ചു. അപ്പോഴും ഈ പറയുന്ന ഫാനാണെന്ന് വിചാരിച്ച് ചിരിച്ചതായിരിക്കാം. ഡബിൾ എന്റെ മനസ്സിൽ ഇങ്ങനെ ഇനി ഒരു വട്ടം കൂടെ കണ്ടാൽ വടകര ഉണ്ട് എന്ന് ചോദിക്കണമെന്ന് ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നപ്പോഴത്തേക്കും പുള്ളി പോയി ചോദിക്കാം. അതെ അതെ. അപ്പൊ പറയാം ചാനലുണ്ട്. ഈ വീഡിയോ കാണുന്ന ഷസാം ബ്രോ വടകര ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എത്താൻ മറന്നുപോയ 2 പേരുണ്ട്, ചമൻ ചാക്കോ ആൻഡ് ജെയ്ക്സ് ബിജോയ്. എനിക്ക് പേഴ്സണലി ജെയ്ക്സ് ബിജോയ് ഞാൻ കുറച്ചുകൂടെ അയവുണ്ട്. പുള്ളി ഈ പടം പുള്ളി കുറച്ച് എനർജറ്റിക് പീസുകൾ ഇട്ട് ഇത് കണ്ടിരിക്കാവുന്ന ഒരു ലെവലിലേക്ക് കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. എല്ലാം ചേരുന്നില്ല. ചില പീസുകളൊക്കെ വരും ഇതെന്ത് ഈ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ മറ്റേ തുടക്കം പൃഥ്വിരാജിന്റെ അച്ഛല്ലേ നമ്മുടെ രഞ്ജി പണിക്കർ നടന്നു വരും. അപ്പോൾ ഒരു വില്ലൻ ടൈപ്പ് മ്യൂസിക്കാണ് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ അച്ഛൻ മകൻ എന്തോ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഒന്നുമില്ല, പുട്ട് കഴിച്ചോന്ന് അച്ഛൻ ചോദിക്കും. അപ്പം ഞാൻ എന്താണ് ഈ മ്യൂസിക് ഇതിന് അങ്ങനത്തെ സാധനം. ഞാൻ വിചാരിച്ചു എടാ എന്നെ എന്തിനാ ആ മൂഡിലേക്ക് കൊണ്ടെത്തിച്ചത് ഞാൻ വിചാരിക്കും. ഇനി കണ്ടാൽ ശ്രദ്ധിച്ചു നോക്കെ ഞാൻ ഓർക്കുന്നില്ല. അല്ല ബാക്കിൽ നിന്ന് ഒരു ഷോട്ടിൽ ഒരു സ്ലോ മോഷൻ ഷോട്ടിലെ പുള്ളി നടന്നു വരുന്നത്. അതായത് സർപ്രൈസിംഗ്ലി ഇന്ന് ഞങ്ങളിവിടെ ആലപ്പുഴയിൽ പടം കണ്ടപ്പോൾ സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ. സാധാരണ ഇവിടെ വരത്തില്ല. ഇംഗ്ലീഷ് പടത്തിന് പോലും സബ് ടൈറ്റിൽ ഇല്ല. അതൊക്കെ നീ പണ്ട് ഊഹിക്കല്ലോ. അതാണ് സംഭവം. ഞാനൊരു സബ് ടൈറ്റിൽ. അപ്പൊ സബ് ടൈറ്റിൽ നോക്കുമ്പോൾ പ്രശ്നം വെച്ചാൽ എനിക്ക് സബ് ടൈറ്റിൽ കണ്ടാൽ ഞാനത് വായിച്ചു. അപ്പോൾ അതിനകത്തുണ്ടല്ലോ അച്ഛന്ന് വിളിക്കുന്നില്ല. ഇയാൾ വന്ന് സംസാരിക്കുമ്പോഴത്തേക്കും ഈ സബ് ടൈറ്റിലാണ് ഇങ്ങനെ ഒരു ഡാഡ് എന്നുള്ള സംഭവം വരുന്നത്. ഞാൻ അച്ഛൻ ഓക്കെ. ഞാൻ വിചാരിച്ചു വേറെ ആരെങ്കിലും ആണോ, ഈ അമ്മാവനോ വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ശരി. പിന്നെ അപ്പൊ അങ്ങനെ കുറച്ച് സംഭവം ഇവർ ഈ BGM നമ്മള് ആ സീനിന് ചേരാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട്. പിന്നെ നല്ല സാധനം നല്ല കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഫില്ല് ചെയ്ത് വിട്ടതായിരിക്കും. അതെ, ഈ അമറണ് അസ്താലി അങ്ങനെ ഒരു പടം ഉണ്ടല്ലോ, അത് ആക്ച്വലി ടീസർ മുതൽ നമ്മൾ ഇതിന്റെ പ്ലേസ്മെന്റ് മ്യൂസിക് പ്ലസ് പ്ലേസ്മെന്റ് അടുത്തിടയ്ക്ക് വൃത്തിയായിട്ട് ചെയ്തത് DC-യിലാണ്. അത് നമ്മൾ പടം എനിക്ക് പേഴ്സണലി പടം കുറച്ചിങ്ങനെ ഓക്കെ ക്ലിഷേ ഇങ്ങനെ പോയിക്കിട്ട് ഒരു പോയിന്റിൽ കൊണ്ട് ആ മെയിൻ മ്യൂസിക്കൽ പീസ് പ്ലേസ് ചെയ്യും. അങ്ങനെയുള്ള കാര്യത്തിൽ DC അപ്പൊ അവിടെ നമുക്കൊരു തിയേറ്റർ മൊമെന്റ് ഉണ്ടാവും, ഒരു തിയേറ്ററിൽ ഒരു ഓറ ഉണ്ടാവുകയാണ്.
ഇവിടെ അങ്ങനെ ഇവിടെ നല്ലൊരു പീസ് ഉണ്ട്, പക്ഷെ ഇതിങ്ങനെ അതിന്റെ പ്ലേസ്മെന്റിൽ പോലും എനിക്കുള്ള പ്രശ്നമായിരുന്നു ഈ അപ്പൊ കാണാം മമ്പറപ്പള്ളിയിൽ ബ്രൂസ്, ഈ ഡയലോഗ് റാൻഡംലി കയറി വന്നിട്ട് ഈ മ്യൂസിക് പ്ലേ ആവും. നമ്മളൊന്നും കാണുന്നില്ല ഈ റോസും പരിപാടി. അതായത് ആ സമയത്ത് ഈ ക്യാരക്ടർ ഇല്ല, റാൻഡംലി മ്യൂസിക് വരും. നമ്മളത് എന്താണിത്. പിന്നെ ഒരുപാട് ഷോർട്സ് റിപ്പീറ്റ്, ഈ പൃഥ്വിരാജ് സ്ലോ മോഷൻ നടക്കുന്ന 2 ഷോട്ട് എന്തോ എടുത്തിട്ടുള്ളതെന്ന് തോന്നി. ഇവർ പല സ്ഥലത്ത് അത് ഇട്ടിട്ടുണ്ട്. അത് തന്നെ ഈ മ്യൂസിക്കിൽ സ്ലോ മോഷൻ നടക്കുക. പിന്നെ തരക്കേടില്ലാത്തൊരു എടുത്തു പറയത്തൊക്കെ ഇല്ല, എന്നാലും പരിപാടിയായിരുന്നു. പുള്ളിയുടെ അമ്മയായിട്ട് അഭിനയിച്ച മോഹിനി പുള്ളിക്കാരത്തി കുറെ കാലം കഴിഞ്ഞ് വന്നിട്ട് ഒരു, പക്ഷെ ആ റോളിനും ഈ പറയുന്ന പോലെ ചെയ്യാനില്ല. അച്ഛൻ മരിക്കുന്ന ആ പോയിന്റിന്റെ സ്റ്റേജിങ് ഒക്കെ ഭയങ്കര ഷോക്കായിരുന്നു. ഇവർ കാറി പോകുന്നു, നിർത്ത് ഇതും തുറക്കുന്ന ആ സംഭവങ്ങളൊക്കെ ഇല്ല, അത് എന്താണെന്ന് അറിയത്തില്ല, അത് അങ്ങനെ സംഭവിക്കുന്നത്. അത് കുഴപ്പമില്ല. പിന്നെ നമ്മൾ വരുന്നു ജെയ്ക്സ് പി ജോയിൽ നിന്ന് നമ്മൾ പയ്യെ ചമൻ ചാക്കോയിലേക്ക് വരുമ്പം എനിക്ക് പേഴ്സണലി ഇനിഷ്യലി ഉള്ള അത് എവിടുന്ന് തുടങ്ങണമെന്നറിയില്ല. ഇനിഷ്യലി ഉള്ള കുറേ സീക്വൻസ് ഇല്ലേ ഇവർ സംസാരിക്കുന്ന വീണ്ടും, ഇതൊക്കെ ഇങ്ങനെ ഓടിച്ചു വിട്ടേക്കോ. എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ വൃത്തികെട്ടായിരുന്നെങ്കിൽ. ആക്ച്വലി ഓടിച്ചു വിട്ടേക്ക് ചമന് മനസ്സിലായി കാര്യമില്ല. ഒന്നെങ്കിൽ അത് എഡിറ്റിന്റെ ബ്രില്യൻസ് വരേണ്ടത്, ഒന്നെങ്കിൽ അത് മൊത്തത്തിൽ പോകണം. അതായത് നമ്മൾ പടം കണ്ടു തുടങ്ങുമ്പോഴത്തേക്ക് ഈ പുള്ളിക്ക് ഓൾറെഡി ഒരു ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചേഞ്ച് ഈ പടത്തിൽ അതാണ് ഇത്. ഈ പടത്തിന്റെ മേക്കേഴ്സ് എന്തുകൊണ്ട് അവിടെ എത്തുന്നില്ല നായകൻ ഒരു നായിക പ്രേമിച്ച് കല്യാണം കഴിച്ച് അവരുടെ ആദ്യരാത്രി വരെ കാണിക്കുക എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് ഒരു നിർബന്ധവും ഇല്ല. എടാ ഇങ്ങനൊരു സീൻ ഇല്ലെങ്കിൽ ഈ സിനിമയിൽ എന്ത് സംഭവിക്കാനുണ്ടെന്നുള്ളത് കാര്യം. പിന്നീട് ഇതിനെന്തെങ്കിലും റിലവൻസ് ഉണ്ടോ? അതുമില്ല. ഈ ക്യാരക്ടറിന് എന്തെങ്കിലും റിലവൻസ് ഉണ്ടോ? അതുമില്ല. നായികയ്ക്ക് ഒരു റിലവൻസ് ഇല്ല, നായികയുടെ കൂട്ടുകാർക്കില്ല, ഒരിക്കലും എന്നെ കൊച്ചിന് റിലവൻസ് ഉണ്ടോ? ഇല്ല. അല്ല ഈ നായയുടെ കൂട്ടുകാരനെ പോലും ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് പുള്ളി ഇല്ല പിന്നെ പടത്തിൽ. അതെ അത് യൂഷ്വലി ഞാൻ ആ പോയിന്റ് എത്തിയപ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് ഈശ്വര കിങ് ഓഫ് പത്തയിലേക്ക് പോവാണോ ഇവർക്ക് എന്ന് തോന്നി. കിങ് ഓഫ് പത്തയിൽ 2 സുഹൃത്തുക്കൾ ബദ്ധശത്രുക്കളായി മാറുന്ന കഥയാണ്. അത് ഏതോ കുറെ പടത്തിലുണ്ടല്ലോ, ഒരുപാട് പടത്തിൽ സാധാരണ അവസാനം ഇതല്ലേ എങ്ങനെ ബദ്ധശത്രുക്കളായത്. അങ്ങോട്ടൊന്നും നമ്മൾ പോകല്. അപ്പം ഇങ്ങനെ അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ എഡിറ്ററും ഡയറക്ടറും കൂടെ തീരുമാനിച്ചിട്ട് നമുക്ക് ഇത് ഇങ്ങനെ സ്പീഡിൽ കട്ട് ചെയ്ത് തക്കിട തരികണമെന്ന് വെച്ചാൽ അത് ഫീലും ചെയ്യത്തില്ല, നമുക്ക് ക്ലിഷയാണ്, ഫീലും ചെയ്യത്തില്ല. ഇതിപ്പം കുറേ സ്ഥലത്ത് ഈ പറയുന്ന ഒരാൾ ഡയലോഗ് പറയും, മറ്റേ ആ ഒരു കൊഫേ പോസ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ സീനൊക്കെ ഇല്ല. അപ്പോൾ അത് അതിനകത്ത് ഒരുപാട് റാൻഡം കട്ട്സ് വരുന്നുണ്ട്. ഒന്നെങ്കിൽ പുള്ളി സംസാരിക്കുമ്പോൾ പുള്ളിയുടെ മുഖത്ത് വെച്ചിട്ട് പൃഥ്വിരാജിന്റെ എക്സ്പ്രഷൻ അവർ തമ്മിലാണ് കാണുന്നത്. പുള്ളി പറയുന്നത് പുള്ളി ചതിച്ചു, പൃഥ്വിരാജിനെ ചതിച്ചു. ഇത് പിന്നെ റാൻഡംലി കട്ട് ചെയ്ത് അവിടെ ഇരിക്കുന്ന ഒരു ഇവിടെ പോകും, പിന്നെ ഇപ്പുറത്തിരിക്കുന്ന പോലീസുകാരുടെ മുഖത്തോട്ട് പോകും. അങ്ങനെ നമുക്ക് ഈ കട്ട് വരുന്നതിന് ഒരു താളവും ഇല്ല. അപ്പം അങ്ങനെ കുറച്ചിങ്ങനെ ചുമ്മാ എല്ലാം കൂടെ വെട്ടി ഒരു സ്പീഡ് ഇങ്ങനെ ഫീൽ ചെയ്യിച്ചൊരു അങ്ങനെ കുറച്ചധികം സീൻസ് ഇനിഷ്യലി ഉണ്ടായിരുന്നു. പിന്നെയാണ് എനിക്ക് തോന്നുന്നു ഭേദപ്പെട്ട കുറച്ച് സീക്വൻസ് കിട്ടിയല്ലോ, ഇത് വൃത്തിക്ക് എഡിറ്റ് ചെയ്യാമെന്ന് തോന്നിയത്. ഇനിഷ്യലി ഉള്ളതൊക്കെ ഇവർക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു ഫീൽ ഉണ്ടായിരുന്നു. അതെ, ഇപ്പൊ എഡിറ്ററിനെ സംബന്ധിച്ചോളം എഡിറ്ററിന്റെ തീരുമാനം എടുത്തിട്ട് കട്ട് ചെയ്ത് കളയാൻ പറ്റത്തില്ല. എഡിറ്ററിന്റെ മുകളിലും പവർ ഉണ്ട്. അതെ, ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ടും എഡിറ്റർ അങ്ങ് തീരുമാനിക്കാം ഞാനത് കട്ട് കളയും എന്ന് ഇത് അങ്ങോട്ടുള്ള നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് എവിടെയാണ് എഡിറ്ററുടെ ഡിസിഷൻ നിൽക്കുന്നത്, എവിടെ ഡയറക്ടറുടെ ഡിസിഷൻ നിന്നു നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അത് അവർക്കിടയിൽ മാത്രമേ ഉള്ളൂ. അതെ, അവർക്ക് പോലും ഇപ്പോൾ ഓർമ്മ കാണത്തില്ല. അതെ, പിന്നെ ഓവർ ടൈം പണിയെടുക്കുന്ന ആളാണ്. അതെ അയാം ഗെയിമിന്റെ പേസിലായിരിക്കും ഇനിഷ്യലി ഇതിന്റെ എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും. മറ്റേ ജയിലിലെ ഫൈറ്റില്ലേ, അപ്പൊ അതിലേക്ക് ക്ലൈമാക്സിൽ അപ്പൊ ഈ കൂട്ടുകാരന് പൃഥ്വിരാജ് കൂടെ ജയിലിൽ ഇരിക്കുന്നു, എന്നിട്ട് അങ്ങോട്ട് കൊണ്ടു വിടത്തില്ല. അപ്പൊ ഒരു ബീച്ചമല്ല, അതിങ്ങനെ ഒരു എന്തോ ഒരു ഡെത്ത് ആ സാധനം ഇസ്ലാമിക് ആ ലൈൻ ഓഫ് പരിപാടിയില്ല. അത് ഈ പടത്തിന് ചെയ്യുന്നതല്ല, അത് വേറെ ഏതോ കുറച്ചുകൂടെ ഒരു ഭയങ്കര സീൻ നടക്കാൻ പോകുന്നു എന്നുള്ള ഫീലിൽ അവിടെ കൊണ്ട് നിർത്തുന്നത്. പിന്നെ ഈ പടത്തിലേക്ക് തിരിച്ചു വരും. അപ്പൊ ആ സംഭവം എനിക്ക് വർക്കായി. ഇത് ആരുടെ കയ്യിരുന്ന ഐഡിയ ആണെന്ന് എനിക്കറിയത്തില്ല. ജെയ്ക്സിന്റെ ഐഡിയ ആയിരിക്കും. നല്ല പീസ് ഉണ്ട്. അപ്പൊ ഇതൊന്ന് കേട്ട് നോക്കും, നല്ല മൂഡായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇട്ടായിരിക്കും. അതെ, അപ്പൊ ആ സമയത്ത് ഒന്നെങ്കിൽ പൃഥ്വിരാജ് ഭയങ്കര ഇമോഷണലി ഇരുന്നിട്ട് എന്തേലും അതിനിപ്പുറം ഒന്നുമില്ല, അവിടെ കൊണ്ട് വിടുവാണ്, ഒരു ഇരട്ടത്തുകൊണ്ട് ജയിലിനപ്പുറത്തുകൊണ്ട് വിടുന്നു. അപ്പൊ ആ പീസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. മറ്റേ ശോഭരാജിനെ തളച്ച പൂട്ട് നല്ല അതാണ് ഈ സാധനം. നല്ല പടത്തിന്റെ എൻഡിങ്ങിൽ കൊണ്ടാണ് ഈ ഡയലോഗ് പറഞ്ഞെങ്കിൽ തിയേറ്ററിൽ ഒരു അനക്കം ഉണ്ടാക്കായിരുന്നു അതിന്. പക്ഷേ ഇത് നമ്മളിങ്ങനെ ഞാനൊരു കാര്യം പറയാം, തിയേറ്ററിൽ അനക്കം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു രാജുവേട്ടൻ ഫാനോ നിങ്ങളൊരു ഏട്ടൻ ഫാനോ ആണെങ്കിൽ നിങ്ങൾക്ക് കൈയടിക്കാൻ 2-3 മൂമെന്റ്സ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കൈയടിക്കാൻ 2-3 മൂമെന്റ്സ് ഉണ്ടാവും, നിങ്ങൾ കൈയടിക്കുക.
അതാ പറഞ്ഞ നല്ല ക്രൗഡുള്ള തിയേറ്ററിലാണെങ്കിൽ നമുക്കൊരു കയ്യടിയും മിസ്റ്റടിയും പരിപാടിയൊക്കെ ആയിട്ട് ആ ഫണ്ടിലങ്ങ് പോകും. ഞാൻ കണ്ട തിയേറ്റർ വളരെ സൈലന്റ് ആയതുകൊണ്ടും അതും എന്നെ കുറച്ചുകൂടെ ഞങ്ങളുടെ തിയേറ്ററിൽ ഈ കയ്യടി ഉണ്ടായിരുന്ന ഏക പോയിന്റ് ഈ ക്ലൈമാക്സ് ക്യാമിയൊക്കെ. അത് കഴിഞ്ഞിട്ട് ടോവിനോയ്ക്ക് ഒരു കയ്യടി ഉണ്ടായിരുന്നു, നല്ല കയ്യടി ഉണ്ടായിരുന്നു. അത് കാരണം അത് ഞാൻ അറിഞ്ഞില്ല ഈ ടോവിനോ ഇതിനകത്തുള്ള കാര്യം. അപ്പം അല്ല അതിന് രാജുവേട്ടനും ടോവിനും കൂടെ പടത്തിന് വരുന്നൊക്കെയുള്ള അത് മറ്റേ പടത്തിന് വരുന്ന പടത്തിന് വന്നു ഇവര് മറ്റേ ഇതിനകത്ത്. അത് ഞാൻ പടം കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ഞാനും പടം കഴിഞ്ഞിറങ്ങിയപ്പോൾ വീഡിയോ ഉണ്ട്. പക്ഷെ അതിനകത്ത് ഒട്ടും പ്രതി ഒരു ബാക്ക് ഷോട്ട് കണ്ടപ്പോൾ ഇതാരും ഇങ്ങനെ വിചാരിച്ചു ഫ്രണ്ട് കാണിക്കുമ്പോൾ നല്ല ലുക്ക്. ആക്ച്വലി ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് ഈ നോട്ട്സ് ഇത് എഴുതുമല്ലോ എന്റെ ഫോളോ ചെയ്തത്. ഞാൻ നോക്കുമ്പോൾ ടൊവിനോ അപ്പൊ ഞാൻ പടം കാണാൻ കേറിയിട്ടില്ല. ഞാൻ നീ 9 മണിക്ക് കയറിയെന്ന് വെച്ചാൽ അതൊക്കെ അടിക്കുന്നത്. ഇല്ല കുഴപ്പമില്ല, എനിക്കത് പ്രശ്നമില്ല. അപ്പൊ ഞാൻ ഈ സീൻ വന്നപ്പോൾ ആദ്യത്തെ ടൊവിനാണ് ടൊവിന് നോക്കുമ്പോഴത്തേക്ക് ടൊവിനോ. അപ്പൊ ഞാൻ മറ്റേ എന്ത് ഇതൊക്കെ. അപ്പൊ ഞാൻ ആ ലുക്ക് ഭയങ്കര രസം. മാത്രമല്ല ആ ഒരു ഇമ്പാക്ട് ഇല്ല മറ്റേ കറക്റ്റ് മറ്റേ ആനിമലിന്റെ മറ്റേ ലാസ്റ്റ് വരുന്ന മറ്റേ ഞാനുമല്ലേ കണ്ടില്ല. ആനിമലിന്റെ ക്ലൈമാക്സിൽ രൺബീർ കപൂർ വരുന്ന ഇതേപോലെ ഫുൾ ഇങ്ങനെ രക്തത്തിൽ കുളിച്ച സീനുണ്ട്. അതില് പുള്ളിയുടെ ഹെയർ കട്ടുണ്ട് ഈ സൈഡ് രണ്ടും എടുത്ത് അതേപോലെ തന്നെ ഉണ്ട്. ഇതിനകത്ത് ലെൻസ് എന്തോ വെച്ചിട്ടുണ്ട്. വേറൊരു ഫേഷ്യൽ എക്സ്പ്രഷനാ ത്രൂ ഔട്ട്, എന്തോ ഒരു മെർസനറി പോലത്തെ ലൈൻ. അപ്പൊ ആ ലുക്ക് രസമുണ്ടായിരുന്നു. പിന്നെ പതിവ് പോലെ ഇതിനകത്ത് 3 കാർ ചേസ് ഉണ്ട്. എൻ്റെ ആഗ്രഹം ഇന്ത്യൻ സിനിമയിൽ മികച്ച ഒരു കാർ ചേസിനുള്ള കാത്തിരിപ്പ് തുടരും. അതേപോലെ തന്നെ ഗോൾഡ് സ്മഗ്ലിങ്ങിനെ ബേസ് ചെയ്ത് ഒരു ഗംഭീര പടം ചെയ്യാനുള്ള അവസരവും ഇപ്പോഴും അവൈലബിൾ ആണ്. അതെ, അത് കാസർഗോൾഡ് എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയത് ഇതിനിടയ്ക്ക്. അതെന്തോ പോയി ആ വഴിക്ക് പോയി. കൊള്ളത്തില്ലെന്ന് വെച്ചാൽ അതും ഈ പറഞ്ഞ പോലെ ഞാനത് എക്സ്പെക്ട് ചെയ്തു. അതിന് പരിപാടി എന്ത് പാട്ടെന്തോ ഉള്ളല്ലേ കാസർഗോഡിലല്ലേ എന്തൊരു പാട്ട് ഇല്ല. ആ പടം ഇറങ്ങുന്നത് ഇത് ഫസ്റ്റ് വർഷം ഞാൻ ആസിഫ് അലിയുടെ അതിനും തിയേറ്ററിൽ ആസിഫ് അലിയുടെ ആരാധകരുണ്ടായിരുന്നു. ഞാൻ FDFS കണ്ടുപോടാ. ഞാൻ വിചാരിച്ചു പോയി സിനിമയിൽ രസകരമായ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. ടോട്ടൽ ഡിസപ്പോയിൻമെന്റ് ആയിരുന്നു. അതിനെന്തോ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പരിപാടി. അപ്പോൾ അതുപോലെ ഈ ഗോൾഡ് സ്മഗ്ലിങ്ങിനെ ബേസ് ചെയ്ത് സിനിമ ചെയ്യാൻ നമുക്ക് ഇനി അവസരമുണ്ട്. നല്ല റൈറ്റേഴ്സ് ഡയറക്ടേഴ്സ് ഈ അവസരം ഇപ്പോൾ രണ്ടാമത് ഉപയോഗിക്കുന്നല്ലേ പറയുന്നത്. സെക്കൻഡ് പാർട്ട് ഉണ്ടല്ലോ. സെക്കൻഡ് പാർട്ടുണ്ട് അതെനിക്കറിയില്ല. ഖലീഫ 2 സ്വാഭാവികമായിട്ടും ബിസിനസ് പരമായി ലാഭം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാമല്ലോ അല്ലേ. ഈ സിനിമയ്ക്ക് ഒരു ലാഭം ഉണ്ടായി. മിക്സ്ഡ് റിവ്യൂ ആണെന്ന് തോന്നുന്നു. അതെ, അപ്പൊ ഇതിന് മിക്സ്ഡ് റിവ്യൂ ആണ്. ഇപ്പൊ നമ്മൾ രാവിലെ മുതൽ കണ്ട റിവ്യൂസിലെല്ലാം ഒരു മിക്സ്ഡ് റെസ്പോൺസ് ആണ്. നമ്മളുടെ തോട്ട്സ് ഉള്ളവരുണ്ട്, ഇല്ലാത്തവരും. അതെ, പടം ഇഷ്ടപ്പെട്ട ഇതൊരു ആവറേജ് പടമായിട്ട് കാണുന്നവര് കണ്ടിരിക്കാം. ഇത് പറഞ്ഞ പോലെ അതായത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഔട്ട്ഡേറ്റഡ് ആണ്, അതാണ് നമ്മുടെ ഇഷ്യൂ. അതുകൊണ്ട് ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ വന്നു, കുഴപ്പമില്ല, ഒരു ഡീസന്റ് പടം എന്നുള്ള രീതിയിൽ കണ്ടു ചെയ്തപ്പോൾ ആൾക്കാർ ഇറങ്ങി പോകുമായിരിക്കും. മന്ത്രിയായിട്ടിരുന്ന പുള്ളിയാണ് ഒറ്റ സീൻ, അതല്ലേ ഒരു സീനിലുള്ള പുള്ളി ജോൺ വിജയ് ഒറ്റ സീൻ. അതെ, എനിക്കൊന്നും മനസ്സിലായില്ല അത്. ഞാൻ വിചാരിച്ചു ഈ സമയത്തുകൊണ്ട് ഒരാളെ പുതിയൊരു ക്യാരക്ടറിനെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ജോൺ വിജയെ വിളിക്കുമ്പോൾ ജോൺ വിജയ് വില്ലന്റെ ആൾക്കാരാന്ന് വിചാരിച്ചു. പുള്ളിയുടെ ശരിയൊക്കെ അങ്ങനെയല്ലേ പിന്നില്ല ക്യാരക്ടർ. അതാണ് പറയാം, എന്തൊക്കെയോ കുറെ ഡിസിഷൻസ് ഇടയ്ക്ക്. മറ്റൊരു പടം ഇതുപോലെ കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ അവരാണ് നമുക്ക് ഒരു സ്ട്രൈക്ക് തന്നത്. അതിപ്പോൾ OTT റിലീസായിട്ടുണ്ട്. ആ സിനിമ കാണുക OTT പോയി. ഞാൻ രാജുവേട്ടൻ ഇതിനു മുമ്പ് ഇറങ്ങിയ ഇതിനു മുമ്പ് ഇറങ്ങിയ പടമായിരുന്നു ഐനോബഡി സിനിമ. കേരളത്തിലൊരു മെജോറിറ്റി ഓഫ് റിവ്യൂവേഴ്സിനും വളരെ മോശം റിവ്യൂ ചെയ്തത്. എനിക്കിഷ്ടപ്പെട്ട പടം, എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ലത് പറഞ്ഞു ആ സിനിമയെ പറ്റി. കാര്യം എനിക്കത് വർക്ക് ചെയ്യപ്പെടാം. ശരിയാണ്, പ്രശ്നങ്ങളുണ്ട്. സെക്കൻഡ് ഹാഫിൽ കുറച്ചധികം പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഞാൻ ആ സിനിമ ഇതിനേക്കാൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു തിയേറ്ററിൽ. എനിക്കതിൽ കുറേ നല്ല മൊമെന്റുകൾ ഇഷ്ടപ്പെട്ടു. അതിനോപടിക്ക് മുമ്പ് ഏതായിരുന്നു പടം? അതിന് മുമ്പ് മറ്റേ പള്ളിച്ചട്ടം ക്യാമിയുണ്ട്. അല്ലാതെ മെയിൻ പടം ഏതായിരുന്നു ഓർമ്മയില്ല കേട്ടോ. ഞാനിപ്പോഴും പറയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമിയോ അല്ല, പള്ളിച്ചട്ടമ്പിയില് അതെ അതായിരിക്കും സംഭവം. ഞാനും പടം ചെയ്തിട്ടുണ്ട്, അതിനകത്ത് നീ വരുന്നു. ഞാൻ പറയുകയാണെങ്കിൽ, സത്യം പറയുകയാണെങ്കിൽ രാജുവേട്ടൻ ഈ വീഡിയോ എന്തെങ്കിലും ആരെങ്കിലും പെട്ട് നിങ്ങളിൽ എത്തിയാൽ, രാജുവേട്ട നല്ല ആക്ഷൻ പടങ്ങൾ തെരഞ്ഞു പിടിച്ച് ചെയ്യുക. പക്ഷേ ഒട്ടും ഡേറ്റ് ഇല്ലാത്ത രാജുവേട്ട ഇല്ലാത്ത ഡേറ്റ് ഇങ്ങനെയുള്ള പടങ്ങൾക്ക് കൊടുക്കാതിരിക്കുക. അതായത് നല്ല പടങ്ങൾ, അതായത് സ്ക്രീൻ പ്ലേയിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കൈ കടത്തിക്കോ, കുഴപ്പമില്ലാതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നിങ്ങൾ ഡയറക്റ്റ് ചെയ്ത 2 പടങ്ങളും പേഴ്സണലി നമുക്ക് വർക്കായ പടങ്ങളാണ്. 2 അല്ല 3 പടവും. എമ്പുരാൻ ആക്ച്വലി പബ്ലിക് റിവ്യൂ
പറയുന്ന അത്ര നെഗറ്റീവ് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. നെഗറ്റീവ് എലമെന്റ്സ് ഉണ്ടെങ്കിലും പറഞ്ഞ പോലെ ഈ അതിനകത്ത് വർക്കാവാത്ത എലമെന്റുകൾ ഉണ്ടെങ്കിലും ആ സിനിമയും നമ്മൾ ലൂസിഫർ പോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പടം കൂടാ. അപ്പോൾ അതുകൊണ്ട് പറയാണ്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു പടം ഡയറക്റ്റ് ഏത് ഒരു ഗംഭീര ആക്ഷൻ പടം. അതിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ പടം എടുക്കുമ്പോൾ നമുക്ക് ഈ പടത്തിനെ നമ്മുടെ ഓഡിയൻസ് നമ്മുടെ മലയാളി ഓഡിയൻസ് ആണ്, എന്നാൽ അവരെ കേറ്റർ ചെയ്യുന്ന പോലെ നമ്മളൊരു പരിപാടി ചെയ്യാം. നമുക്ക് പാൻ ഇന്ത്യൻ സാധനം വേണം. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് ഒരുമാതിരി അവീല് പോലെ ആവാതെ ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കുക. ഇപ്പം ഞാനൊരു ആക്ഷൻ പടം ചെയ്യാൻ പോകണം, ആക്ഷൻ വേറെ ഒന്നും ഇല്ല, അത് ഇടി തന്നെ. അപ്പോൾ അതിനകത്ത് ഫോക്കസ് ചെയ്ത് ആ ഓഡിയൻസിനെങ്കിലും കിട്ടും. അതെ, അപ്പം നമുക്ക് ഈ ആക്ഷൻ കാണാൻ പറ്റുള്ളൂ. ഇപ്പം കില്ല് പോലൊരു പടം ഒന്ന് ആലോചിച്ച് നോക്കിയേ, കില്ല് പോലൊരു പടമൊക്കെ പുള്ളിയെ കൊണ്ട് നല്ല രീതിയിൽ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന സാധനമാണത്. അത് പക്ഷേ എന്ത് ചെയ്യാം. അപ്പം കില്ലിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്നാൽ മലയാള ഓഡിയൻസിന് വേണ്ടി കുറച്ച് ഇമോഷണൽ സാധനം വെക്കാം. മലയാള ഓഡിയൻസിനെ ഈ മറ്റോ ഭാഷക്കാർ കളിയാക്കുന്ന ഈ സാധനം വെച്ചിട്ട് എന്തോ അവരെന്ത് സാധനം ചെയ്താലും അതിനകത്ത് ഈ പറഞ്ഞ അനാവശ്യമായ ഡ്രാമ കുത്തി കയറ്റുന്നത് പറഞ്ഞുള്ള പ്രശ്നമാണ്. ഞാൻ പണ്ട് പൃഥ്വിരാജിനെ വെച്ച് ചെയ്യണമെന്ന് വിചാരിച്ചൊരു സാധനമുണ്ട്. അതായത് നമ്മുടെ ഹൃത്തിക് റോഷൻ്റെ ഒരു പടമുണ്ട്, കണ്ണ് കാണാതെ പുള്ളി, കാബിലിന്റെ ഐഡിയ അല്ല, അത് കണ്ടപ്പോൾ എനിക്ക് ഈ മോഡൽ ഒരു പടം, അത് രാജോടൊരു പടം ചെയ്തു. ഏതാ? അന്ധാധുന്റെ റീമേക്ക്. അല്ല, ഞാൻ പറഞ്ഞത് അതിന് കാബിലൊക്കെ അതിന് മുമ്പ്. അപ്പൊ ആ സമയത്ത് അത് ചെയ്യാൻ എന്നും പറഞ്ഞ് എന്റെ മനസ്സിൽ വന്ന ആള് രാജുവേട്ടൻ. അത് ആക്ഷൻ പടമാണല്ലോ. കാബിൽ ആക്ഷൻ പടമല്ലേ, എന്റെ ക്യാരക്ടർ അത് ആക്ഷൻ പടം. എന്റെ മനസ്സിലെ ക്യാരക്ടറിന് കണ്ടുണ്ട്. അപ്പൊ ഈ ഡെയർ ഡെവിൾ അങ്ങനെയൊക്കെ ആ ലൈന്, പിന്നെ ഒപ്പമൊക്കെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് കോണ. പക്ഷെ എന്നാലും ഇതിന്റെ ഒന്നും ടോണല്ല. ഇല്ല, ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞ പോറോ പറയുന്നില്ല. നമ്മള് ചെയ്ത് കാണിക്കാം ഇപ്പഴല്ല, പിന്നെ. സോ ഇത് ഒപ്പീനിയൻ എല്ലാവർക്കും ഇൻഡിവിജ്വലി വ്യത്യാസപ്പെട്ടിരിക്കും, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ മാത്രം എടുക്കുക. അപ്പം നിങ്ങൾക്ക് പോയി കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്ന് കമൻറ്റിൽ പറയൂ. പിന്നെ സിനിമ കാണാത്തവർ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കണ്ടു നോക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മൊമെൻറ്റ് തിയേറ്ററിൽ വർക്കാവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഖലീഫയെ പറ്റി പറയാനുള്ളത്. നിങ്ങൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്താൽ നന്നായിരിക്കും, കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും, നിങ്ങളെ കൊണ്ട് ചെയ്യാന്നൊക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരിക്കും, 320 ഹൈപ്പ് ചെയ്താലും നന്നായിരിക്കും, അല്ലേ? എന്ത് ചെയ്താലും നന്നായിരിക്കും. അതെ. പിന്നെ കമൽ വന്ന് തെറി പറയരുത് സുഹൃത്തുക്കളെ. മാന്യമായ ഭാഷയിൽ നിങ്ങളുടെ അഭിപ്രായം അവിടെ അവതരിപ്പില്ല. നമ്മൾ ആരെയും ടാർഗറ്റ് ചെയ്ത് പടം മോശം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവരോട് ആരോടും ഒരു പ്രശ്നമില്ല. നമുക്ക് നല്ല സിനിമ കിട്ടിയാൽ അത്ര ഹാപ്പി.